Ada 24/7 കേരള PC ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടാതെ Ada 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കല്ലേ. ഗുഡ് മോർണിംഗ് എവ്രി വൺ, വെൽക്കം ടു Ada 24/7 മലയാളം ചാനൽ. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹിന്ദു എഡിറ്റോറിയൽ ഓഫ് 9th November 2021. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിരിക്കുന്ന ഹിന്ദു ആർട്ടിക്കിളിലെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ്, അവിടുത്തെ ഇംഗ്ലീഷ് വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ടല്ലേ, നമുക്ക് നേരെ തുടങ്ങാം. നമ്മുടെ ഡെയിലി രീതി ഇതാണ്. നമ്മൾ ആർട്ടിക്കിൾസിനെ പറ്റി പറയും ആദ്യം തന്നെ, അതിനുശേഷം നമ്മൾ ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ആൻഡ് ഫ്രേസസിലോട്ട് നോക്കും. ഇന്നത്തെ ആർട്ടിക്കിൾ വന്നിരിക്കുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അതിനുശേഷം നമ്മൾ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നോക്കുന്നു. എന്നിട്ട് നമ്മൾ ആർട്ടിക്കിളിലോട്ട് പോകുന്നു. ഇന്നത്തെ ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആ ആർട്ടിക്കിൾ അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം ഇന്നത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു ആൻഡ് ഇന്നത്തെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരുന്നു. ദാറ്റ്സ് ഹൗ വി ഡു അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. Good morning everyone. So let's start. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാം ഒക്കെ വരുന്നുണ്ടല്ലോ, ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എല്ലാം നന്നായി നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ LEC മെയിൻസിന്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡൊക്കെ ചെയ്തു, എക്സാം സെന്റേഴ്സ് ഒക്കെ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അറിയാലോ, സമയം എത്തി, നമുക്ക് പഠിക്കാനുള്ള പഠനം ഒന്ന് മുറുകെ പിടിച്ചോളുക. അപ്പോൾ എല്ലാവരുടെയും പഠനം ഒന്ന് ക്രമീകരിച്ച് സെറ്റായിട്ട് പോട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കോഴ്സുകളെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. നമ്മുടെ കോഴ്സുകളൊക്കെ ഒരുപാട് കോഴ്സുകൾ നമുക്കുണ്ട്. പ്രൊഡക്ട്സ്, നമ്മുടെ ടെസ്റ്റ് സീരീസ്, ഇ ബുക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ മറക്കാതെ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ആപ്പിലെ കോഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ കോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ 12% ഡിസ്കൗണ്ട് കിട്ടും. Y314 എന്നാണ് എൻ്റെ കോഡ്, Y314. ഓക്കെ. കേരള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ 2ാമത്തെ ബാച്ച് November 16 ആരംഭിക്കുകയാണ്. കൂടാതെ നമ്മുടെ ടാർഗറ്റ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ച് November 1 ആരംഭിച്ചു. നന്നായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, യെസ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ കോട്ട്. അപ്പോൾ നമ്മുടെ കോട്ട് നോക്കാം. ഡോണ്ട് ഡിക്രീസ് ദ ഗോൾ, ഇൻക്രീസ് ദ എഫേർട്ട്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരിക്കലും നമ്മുടെ ഗോളിനെ ചെറുതാക്കി കാണിച്ചിട്ട് കാര്യമില്ല അല്ലേ. നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ എയിം, അതിനെ ചെറുതാക്കരുത് ഒരിക്കലും. നമ്മുടെ എഫേർട്ട് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വർക്ക് ഇച്ചിരി കൂട്ടി ചെയ്യാനും കുഴപ്പമില്ല. ഒരിക്കലും നമ്മുടെ ഗോളിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ. സോ ദാറ്റ്സ് മൈ കോട്ട് ഫോർ യു ടുഡേ ആൻഡ് ദാറ്റ്സ് മൈ മെസ്സേജ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ്. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇന്നത്തെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. 2 ആർട്ടിക്കിൾ ഉണ്ട്. ഒന്ന് നമുക്കറിയാം, നമ്മുടെ രാഹുൽ ദ്രാവിഡ് നമ്മുടെ കോച്ചായിട്ട്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിട്ട് വരുന്നതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ എത്ര എഫിഷ്യന്റ് ആണ് അദ്ദേഹം എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിൾ ഉണ്ട് എന്ന്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ. ആൻഡ് ദ സെക്കൻഡ് വൺ ഉള്ളത് നമ്മുടെ ഓഫ് കോഴ്സ് വാക്സിനേഷനെ പറ്റിയാണ്. വാക്സിനേഷനെ പറ്റിയും കോവിഡ് കേസുകളെ പറ്റിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വിൽ ഡിസ്കസ് ദി സെക്കൻഡ് വൺ. 2ാമത്തെ നമ്മുടെ വാക്സിനേഷനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ആർട്ടിക്കിളുമായിട്ട് ഒരുപാട് ടഫ് വേർഡ്സ് ഒന്നുമില്ല, പക്ഷെ ഒരുപാട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം. എന്നിട്ട് നമുക്ക് സിനോണിംസ്, ആന്റണിംസിലോട്ടൊക്കെ പോകാം കേട്ടോ. ഓക്കെ, ഗ്രേറ്റ്, യെസ്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കോട്ട്, നന്നായി. ഓക്കെ, ഇല്ല, നീ നമ്മുടെ ബുക്ക് സെറ്റ് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇതുവരെ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ബുക്ക് സെറ്റ് ആവുമ്പോൾ ഞാൻ അറിയിക്കാൻ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അല്ലെ, താമസിപ്പിക്കേണ്ട. ഇന്നത്തെ ആദ്യത്തെ ഇഡിയം, ഫസ്റ്റ് ഇഡിയം ആൻഡ് ഫ്രേസസ്. ആദ്യത്തെ ഇഡിയം നോക്കി, ഡബിൾ എഡ്ജ്ഡ് വാൾ എന്ന്. ഡബിൾ എഡ്ജ്ഡ് സ്വാഡ് അറിയാലോ, വാൾ അല്ലെ. ഇരുതല വാൾ എന്ന് നമ്മുടെ നാട്ടിൽ പറയും. എന്താണ് ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന് നല്ല വശങ്ങളും ഉണ്ട്, അതേസമയം നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്ന് പറഞ്ഞാൽ സംതിങ് വിത്ത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ്. അപ്പോൾ പോസിറ്റീവ് കാര്യമാണ്, എന്നാൽ അതോടുകൂടെ തന്നെ നെഗറ്റീവ് കാര്യവും കൂടെ വരുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നെങ്കിൽ, അങ്ങനെ ഒരു കാര്യത്തെ നിങ്ങൾ കണ്ടെങ്കിൽ, യു കെൻ സേ ഇറ്റ്സ് എ ഡബിൾ എഡ്ജ്ഡ് സോഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കാം. ഓക്കെ, യെസ്, ഹാപ്പി ടു സീ ദ്രാവിഡ് ആസ് എ കോച്ച് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. യെസ്,
ഓഫ് കോഴ്സ് അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ അല്ല. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. ബിക്കോസ് ദാറ്റ് ഇസ് ഗുഡ് അല്ലേ? ആ ഒരു ഇതിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ക്രിക്കറ്റിൽ നമ്മൾ കണ്ടിരുന്ന ഒരു ആൾക്കാരുടെ എല്ലാവരും മൊത്തത്തിൽ ഓർമ്മ വരും. റിവൈൻഡിങ് ദ പാസ്റ്റ് ആ ഒരു ഇതിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അത് യെസ്, ലെറ്റ്സ് മൂവ്. അടുത്ത് നോക്കിക്കേ, വർക്ക്ഔട്ട് എന്നതിന് നമുക്കറിയാം വർക്ക്ഔട്ട് ചെയ്യുക, രാവിലെ എണീറ്റ് വർക്ക്ഔട്ട് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഹെൽത്ത് കീപ്പപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വർക്ക്ഔട്ട് ചെയ്യുക, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. വർക്ക്ഔട്ട് എന്ന ഫ്രേസൽ വെർബിന് പല മീനിങ് ഉണ്ട്. ടു സോൾവ് സംതിങ്, ടു കീപ്പ് അപ്പ് ദ ഡയറ്റ് എന്നൊക്കെയാണ് വർക്ക്ഔട്ടിന് അർത്ഥമുണ്ട്. ടു കീപ്പ് എ ഡയറ്റ്, എക്സസൈസ് എന്നൊക്കെ ഈ വർക്ക്ഔട്ട് എന്ന വാക്കിന് അർത്ഥമുണ്ട്. എന്നാൽ വർക്ക്ഔട്ടിന് വേറൊരു അർത്ഥമുണ്ട്. ടു വർക്ക്ഔട്ട് സംതിങ്, ടു വർക്ക്ഔട്ട് എ പെർട്ടിക്കുലർ തിങ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ഉദ്ദേശം? ടു ബി സക്സസ്ഫുൾ ഓർ എൻഡ് ഇൻ എ പെർട്ടിക്കുലർ വേ. ഒരു കാര്യം നല്ല വിജയത്തോടെ അല്ലെ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അതിനെ എൻഡ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ രീതിയിൽ അതിനെ എൻഡ് ചെയ്യാൻ നിൽക്കുക. അതിനെയാണ് വർക്ക്ഔട്ട് എന്നൊരു മീനിങ് പറയാം കേട്ടോ. ഇവിടെ അപ്പോൾ ഓർക്കണേ, പല മീനിങ്ങുകളുണ്ട്. ഞാൻ ഇതിൽ എല്ലാ മീനിങ്ങും പറയാണ്. അതിൻ്റെ കൂടെ ഇന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മീനിങ് ഇതാണ്, ടു ബി സക്സസ്ഫുൾ ഓർ എൻഡ് ഇൻ എ പെർട്ടിക്കുലർ വേ. അതാണ് ഇന്നത്തെ നമ്മുടെ മീനിങ് കേട്ടോ. യെസ് ഹരിശ്രീ, യെസ്. The word of God is a double-edged sword to cut through your intentions and soul. Yes, Ani, of course, great. Social media is a double-edged sword. Yes, it is. Positives ഉണ്ട്, negatives ഉണ്ട്. So beware. Moving on, let up. എന്താണ് let up എന്ന വാക്കിന്റെ അർത്ഥം? Let up. To slow down or stop. ഒരു കാര്യം സ്ലോ ആക്കുക, സ്ലോ ഡൗൺ ചെയ്യുക, പയ്യെന്ന് എൻ്റെ കുറച്ച് വരിക, അല്ലെങ്കിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യുക, എൻഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ let up എന്ന് പറയാം. ഓർക്കണേ, let up എന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ് ടു സ്ലോ ഡൗൺ ഓർ സ്റ്റോപ്പ്. ഓക്കെ, യു കൻ സേ ദ COVID-19 പാൻഡമിക്. യു കൻ സേ COVID-19 പാൻഡമിക് ഇസ് ലെറ്റിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോവിങ് ഡൗൺ ഓർ സ്റ്റോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇസ് ലെറ്റിംഗ് അപ്പ്, മേ ബി അങ്ങനെ വേണം നിങ്ങൾക്ക് പറയാം. അക്കോർഡിംഗ് ടു യുവർ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് പറയാം. ഏതെന്ന് വെച്ചാൽ സെന്റൻസുകൾ ഫ്രെയിം യുവർ ഓൺ സെന്റൻസസ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. യെസ്, പ്ലീസ് ഡോണ്ട് വറി, ഐ വർക്ക് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. അതെ കറക്റ്റ് ആണ്. ഐ സോൾവ് ഇറ്റ്, കറക്റ്റ് ആണ് ഹരി, അത് കറക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, സോൾവ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. ആർ യു ഡൂയിങ് യുവർ വർക്ക്ഔട്ട്സ് ഡെയിലി? ആർ യു വർക്കിംഗ് ഔട്ട് ടുഡേ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലേ, അത് എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അർത്ഥം. വർക്ക്ഔട്ട് ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തുക. മറ്റേതാണെങ്കിൽ ടു ബി സക്സസ്ഫുൾ ഓർ ഇൻ എ പെർട്ടിക്കുലർ വേ. രണ്ടിന്റെ മീനിങ് സെയിം അല്ലേ? യെസ്, ഇറ്റ് ഇസ്. മൂവിങ് ഓൺ, അടുത്താണ് ഷോർ അപ്പ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ് ഷോർ അപ്പ് എന്ന് പറഞ്ഞാൽ. ശരത്ത് ഇവിടെ ലെറ്റ് സമ്മൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാളെ നമ്മൾ എന്താ പറയാ, ഒരാളെ നമ്മൾ അകപ്പെട്ട് സങ്കടപ്പെടുത്തുക, നിരാശപ്പെടുത്തുക അല്ലെ. മേക്ക് സമ്മൺ സാഡ് ഓർ മേക്ക് സമ്മൺ ഡിസപ്പോയിന്റഡ് ഇൻ യു, അതിനെയാണ് ലെറ്റ് ഡൗൺ എന്നുള്ള മീനിങ് കേട്ടോ. ലെറ്റ് ഡൗൺ. ലെറ്റ് അപ്പ് ഇസ് സംതിങ് ഡിഫറെന്റ്. സ്ലോ ഡൗൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്നാണ് കേട്ടോ. യെസ്, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, ഷോറപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇന്നാള്. നോക്കുക, മേക്ക് സംതിങ് സ്ട്രോങ്ങർ ബൈ സപ്പോർട്ടിങ് ഇറ്റ്. മേക്ക് സംതിങ് സ്ട്രോങ്ങർ ബൈ സപ്പോർട്ടിങ് ഇറ്റ്. അപ്പോൾ ഒരു കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രോങ്ങർ ആക്കി മാറ്റുകയാണ്. അതിന് എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഷോറപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഷോർ അപ്പ് ദി പ്രൊപ്പഗാൻഡ ഓർ ജസ്റ്റ് ഗോ അവേ. യു ക്യാൻ ഐദർ ഷോർ അപ്പ് ദി പ്രൊപ്പഗാൻഡ ഓർ ജസ്റ്റ് ഗോ അവേ. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നിനക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീ പോവോ, ഇവിടുന്ന് മാറിപ്പോവും. ഹെൽപ്പ് ചെയ്തിൽ ഒന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നിനക്ക് പോകാം. That's it. Okay, so that's it. Either or. The right shore up by some leaders. Okay, right എന്ന് പറയുന്ന സിംഗുലർ അല്ലേ, അപ്പൊ എന്ത് പറയണം, ഷോർസ് അപ്പ് എന്ന് പറയാ, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക, ഷോഡ് അപ്പ് കൊടുക്കുക, ഷോ കേട്ടോ. യെസ്, അതാണ് ഓർക്കുക. ഓൾ റൈറ്റ്. ഹരി, അതെ, ലെറ്റ് ഡൗൺ, കൈവിടുക എന്നുള്ള പറയും. യെസ്, ഓക്കെ. ഷോ ശ്രദ്ധിച്ചോ, അപ്പം സിംഗുലർ ആണ് റൈറ്റ്, അതുകൊണ്ട് അതിന് വേണം ഷോസ് കൊടുക്കുക, എസ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക, ഷോഡ് അപ്പ്. ഓക്കെ, അടുത്താണ് ഇൻ ദ ട്രെഞ്ചസ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻ ദ ട്രെഞ്ചസ് എന്നൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഇഫ് യു ആർ സെയിങ് ദാറ്റ് യു ആർ ഇൻ ദ ട്രെഞ്ചസ് ഓർ സംതിങ്, എന്തെങ്കിലും ഇൻ ട്രെഞ്ചസ് എന്നൊരു യൂസേജ് കേട്ടാൽ നിങ്ങൾ ഓർക്കുക, വർക്ക് ഇൻ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്സ് ഓഫ് എ ജോബ് ഓർ ബിസിനസ്. നമ്മൾ ഏറ്റവും എന്താ പറയുക ഡിഫിക്കൽട്ട് ആയ ഒരു ഏരിയ ഓഫ് വർക്ക് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് സംതിങ് ഈസ് ഇൻ ദ ട്രെഞ്ചസ്. പറ്റുന്ന പരിപാടിയല്ല, ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്, ഇറ്റ്സ് എ ഹെർക്കുലിയൻ ടാസ്ക്, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് വൺ എന്നൊരു അർത്ഥത്തിലാണ് നമുക്ക് പറയാം ഇൻ ദ ട്രെഞ്ചസ് എന്ന് പറയാം. ശ്രദ്ധിച്ചോണേ, ഇൻ ദ ട്രെഞ്ചസ് എന്ന മീനിങ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള അർത്ഥമാണ് ഇൻ ദ ട്രെഞ്ചസ്. ഓക്കെ, ദ റൈറ്റ് വാസ് ഷോർഡ് അപ്പ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. യെസ്,
ആ ഓ ഓ ഓ ഓക്കെ ഓക്കെ. ഇന്നലത്തെ പോലെ എനിക്ക് പറ്റി ഇന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, ബൈ സം ലീഡേഴ്സ് എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. യെസ്, ഇറ്റ്സ് പാസീവ്, സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് അത് വാസ് ആൻഡ് ഷോർഡ് അപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ ഈസ് ഷോർഡ് അപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല, ബിക്കോസ് പ്രസന്റിൽ ആണെങ്കിലും അതൊരു പാസീവ് വോയിസിൽ പറയാം. ദ റൈറ്റ് ഈസ് ഷോർഡ് അപ്പ് അല്ലെങ്കിൽ ദ റൈറ്റ് വാസ് ഷോർഡ് അപ്പ് ബൈ സം ലീഡേഴ്സ്, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഈവൻ ഇഫ് ദ letting up shows up sometimes, or letting up shows up support someone. Okay, you mean okay, slowing down. Letting up what? അത് വേണം. letting up what? അത് വേണം കേട്ടോ. ആരായിരുന്നു പറഞ്ഞത്? യമുന. യെസ്, യമുന ലെറ്റിംഗ് അപ്പ് എന്ത് ലെറ്റ് ചെയ്യാനാണ്? അതിനൊരു ഇത് വേണം, എന്നൊരു ഒബ്ജക്റ്റ് വേണം. ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വൺ, അതിനൊരു ഒബ്ജക്റ്റ് കൊടുക്കുക. സ്റ്റോപ്പിംഗ് വാട്ട് അല്ലെങ്കിൽ സ്ലോയിങ് ഡൗൺ വാട്ട് എന്ന് വരിക, എന്നിട്ട് അതിൽ കൊടുക്കുക ഷോസ് അപ്പ് സംടൈംസ്. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ ഓക്കെ, ദെൻ അപ്പൊ ഷോർ അപ്പ് വരില്ല, ഷോർസ് അപ്പ് സംടൈംസ് വരും. ഓക്കെ, അടുത്തത് some laymen are in the trenches. Okay, അത് പറയാം. The referendum passed by the people of Australia showed up the protection of coral reef in the ocean. Okay, all right. Yes, uphill task പറയാം. Yes. Okay, let up of spreading corona may lead to shore up of human deaths. Okay, let up ഓഫ് എന്ന് പറയില്ല, letting up of spreading COVID-19. letting up of spreading COVID-19 may lead to shoring up, അവിടെയും ഷോർ അപ്പ് വരില്ല, may lead to shoring up of human deaths. അങ്ങനെ വരണം ഉപയോഗിക്കുമ്പോൾ കേട്ടോ. അനുഷ ഒന്ന് ശ്രദ്ധിക്കണേ. എന്താണെന്ന് വെച്ചാൽ നമ്മളത് ജനറൽ ഫോർമുലേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനോ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളതിനെ എന്താണ് ഇൻഫിനിറ്റീവ് യൂസേജിൽ യൂസ് ചെയ്താൽ തെറ്റാണ്. ഓക്കെ, യെസ്. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ട്രെഞ്ചസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി? ട്രെഞ്ചസ് എന്ന് പറയുമ്പോൾ ട്രാങ്ക്വിലിറ്റി ഇസ് ഡിഫറെന്റ്. ട്രാങ്ക്വിലിറ്റി മീൻസ് കാം, പീസ്ഫുൾ എന്നാണ് അർത്ഥം കേട്ടോ. ട്രാങ്ക്വിൽ എന്ന വാക്കിന്റെ അർത്ഥം, ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ കാം, സെറീൻ, വളരെ ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയറിനെയാണ് നമ്മൾ ട്രാങ്ക്വിലിറ്റി, പീസ് എന്നൊക്കെയാണ്, കാം പീസ് എന്നാണ് ട്രാങ്ക്വിലിറ്റിയുടെ അർത്ഥം. മനസ്സിലായോ? പക്ഷേ ട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു പ്രയാസപ്പെട്ട ഒരു പരിപാടിയാണ്, ട്രബിൾസം എന്നുള്ളൊരു അർത്ഥത്തിലാണ് വരുന്നത്. ദാറ്റ്സ് ഡിഫറെന്റ് കേട്ടോ. ഓക്കെ, യെസ്. അത് കുറച്ചുകൂടെ ട്രബിൾസം ഏരിയ. ട്രാങ്ക്വിലിറ്റി കുറച്ചുകൂടെ സമാധാനമായിട്ടുള്ളൊരു അവസ്ഥ, അതിനെയാണ് പറയുന്നത് കേട്ടോ. Okay, expose yourself in the trenches to know your ability. Okay, yes, great. Third sem of B.Ed batch 2019-21 was in the trenches. Okay, all right. Yeah, serene, calm. Yes, Ani. Yes. The workers of tunnel construction are in the trenches due to heavy rain. Okay, അവിടെ ഉദ്ദേശിക്കുന്ന ട്രെഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലിറ്ററൽ മീനിങ് ആയിരിക്കും, ഡീപ്പ് ഡെപ്തിലാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്കിലും ഓക്കെ, ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ട്രെഞ്ചസ് ഇസ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ഞാൻ ഇഡിയമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്തത്, അത് ഓർക്കണേ. നിങ്ങൾ ലിറ്ററൽ മീനിങ് ഓഫ് ട്രെഞ്ചസ് എടുക്കുന്നത്, ട്രെഞ്ചസ് ഓൾറെഡി യു നോ സംതിങ് ഡീപ്പ് എന്നാണ്. ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻ ദ ട്രെഞ്ചസ് മീൻസ് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ട് ഏറിയ ഒരു പരിപാടിയാണ്, യു കെൻ സേ. ഓൾ റൈറ്റ്, ഗെറ്റിംഗ് എ ഗുഡ് മാർക്ക് അല്ലെങ്കിൽ ഗെറ്റിംഗ് എ ഫസ്റ്റ് റാങ്ക് ഇൻ അല്ലെങ്കിൽ പാസിംഗ് KS exam. My preparation for KS exam is in trenches. നടക്കുന്ന ഒരു ഭയങ്കര പരിപാടിയിലാണ്, ഇപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ള അവസ്ഥയിലോട്ട് പോവാം, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അടുത്ത നോക്കാം. യെസ്, അടുത്ത നോക്കിക്കേ. ഫുഡ് ഫോർ തോട്ട് എന്ന് പറയുമ്പോൾ ഫുഡ് ഫോർ തോട്ട്, ചിന്തിക്കാൻ വേണ്ട. ഫുഡ് ഫോർ തോട്ട് ഒരു നല്ല എന്താ പറയുക, വളരെ കോമൺ ആയിട്ടുള്ള യൂസേജ് ആണ്. അതിന്റെ അർത്ഥം ഇതാണ്, സംതിങ് ദാറ്റ് നീഡ്സ് സീരിയസ് കൺസിഡറേഷൻ. ഇത് ചിന്ത ആവശ്യമുണ്ട്, ചിന്തയുടെ കുറച്ച് എന്താ പറയുക, ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇറ്റ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ എന്നൊരു അർത്ഥമാണ് ഫുഡ് ഫോർ തോട്ട് എന്ന് പറയാം. സംതിങ് ദാറ്റ് നീഡ്സ് സീരിയസ് കൺസിഡറേഷൻ. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു പ്രൊപ്പഗാണ്ട, ദ അമെൻമെന്റ് ഓഫ് ദിസ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ എനിത്തിങ്, എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ, ദ പാസിംഗ് ഓഫ് ദിസ് ബിൽ ഇൻ ദ പാർലമെന്റ് is a food for thought, is something which needs serious consideration എന്നൊരർത്ഥം ഓർക്കാട്ടോ. ഫുഡ് ഫോർ തോട്ട് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിച്ചാൽ മതി. സംതിങ് ദാറ്റ് നീഡ്സ് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഇറ്റ് നീഡ്സ് സം സീരിയസ് മാറ്റർ ഓഫ് തോട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഓർത്ത് വെച്ചോണേ. യെസ്, ദ ഫോറിൻ പോളിസി ഓഫ് ദ കൺട്രി നീഡ്സ് ഫുഡ് ഫോർ തോട്ട്. യെസ്, it is. Of course we need it.
Okay, foreign policy of country needs food for thought. Great. Reopening of schools is a food for thought. That's also an important one. That is also an important one. Yes, the pandemic really needs a food for thought. Needs a serious consideration. പാൻഡമിക്കിനാണോ അതോ ടാക്ലിംഗ് ഓഫ് പാൻഡമിക് ആണോ? യു മീൻ ടാക്ലിംഗ് ഓഫ് പാൻഡമിക് ആയിരിക്കും. പാൻഡമിക്കിന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, പാൻഡമിക്കിനെ പറ്റി ടാക്കിൾ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ UN should take environmental pollution is food for thought അല്ല. UN should take environmental pollution സ്പെല്ലിംഗ് POLLUTION ആയിരിക്കും എനിക്ക് തോന്നുന്നു. അശ്വതി എഴുതിയപ്പോൾ ടൈപ്പോ ആയിരിക്കും. ആസ് ഫുഡ് ഫോർ തോട്ട്, ഈസ് ഫുഡ് ഫോർ തോട്ട് അല്ല, ഷുഡ് ടേക്ക് ഇത് ആസ് ഫുഡ് ഫോർ തോട്ട്, കൺസിഡറേഷനോടെ എടുക്കണം എന്നുള്ളത് പറഞ്ഞു. ആസ് ഫുഡ് ഫോർ തോട്ട് അതാണ്. വേറെ ഒരെണ്ണം ഉണ്ട്, ഞാനിവിടെ എഴുതിയിട്ടില്ല, ബട്ട് ഞാൻ വേറെ ഒരെണ്ണം ചോദിക്കാം, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ മീനിങ് ഒന്ന് നോക്കിക്കേ, ഞാൻ എഴുതാണെന്ന് ഓർത്തു, പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അറിയാം. പൾ ഓഫ് ഫിയർ, പൾ ഓഫ് ഫിയർ എന്ന് പറയുന്ന ഒരു യൂസേജ് കേട്ടുണ്ടോ എവിടെയെങ്കിലും? പൾ ഓഫ് ഫിയർ ഇതൊരു ഇഡിമാറ്റിക് എക്സ്പ്രഷൻ ആണ്. പൾ ഓഫ് ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൽ ഓഫ് ഫിയർ കേട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ട പരിചയമുണ്ടോ പൽ ഓഫ് ഫിയർ എന്ന്? പൽ ഓഫ് ഗ്ലൂം, പൽ ഓഫ് ഫിയർ എന്നൊക്കെ മൂവീസിലൊക്കെ കേട്ടുണ്ടോ? മൈ സ്റ്റഡി പ്രിപ്പറേഷൻ ഇറ്റ്സ് എ ഫുഡ് ഫോർ തോട്ട്. ഓക്കെ, മാരിങ് ആൻ അൺനോൺ പേഴ്സൺ ഷുഡ് ബി ഫുഡ് ഫോർ തോട്ട്. മാരിങ് ആണോ ഉദ്ദേശിക്കുന്നത്? മാരിങ് അതാണോ ഉദ്ദേശിക്കുന്നത്? എൻവയറൺമെന്റൽ പൊല്യൂഷൻ ആസ് എ ഫുഡ് ഫോർ തോട്ട്. അതിന്റെ ഓക്കെ, യെസ് ഹരി. യാ, the dowry system that prevails in India is indeed a food for thought. Yes. Okay, അറിയില്ല. Okay, pall of fear എന്ന് പറഞ്ഞാൽ something that is covered with fear. എന്തോ ഒരു സിറ്റുവേഷൻ which is covered with fear. നമ്മൾ പറയാം പൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്ന് പറയില്ലേ ഇംഗ്ലീഷിലൊക്കെ എന്ന് പറഞ്ഞാൽ പൽ ഓഫ് ഫിയർ എന്ന് പറയുമ്പോൾ സംതിങ് ദാറ്റ് ഇസ് എ ഫ്രണ്ട് ഓഫ് ഫിയർ എന്ന രീതിയിൽ പോലെ സംതിങ് ദാറ്റ് എൻവലപ്സ് വിത്ത് ഫിയർ. ഫിയർ ആൻഡ് ആൻസൈറ്റിയിൽ അടങ്ങുന്ന ഒരു അങ്ങനെ മൊത്തം കവർ ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ ആണ്. an environment or an atmosphere that is covered with fear അല്ലെങ്കിൽ gloom, anxiety, അതിനെ നമ്മൾ പറയുന്ന പേരാണ് pall of fear. ഞാൻ എഴുതിയില്ല ബിക്കോസ് ഇറ്റ്സ് നമുക്കൊരു ഇതില്ല, എന്താണ് സ്ഥലമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അധികം എക്സാമിന് വരില്ല എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ അങ്ങ് എഴുതാതിരുന്നതാണ്. ബട്ട് യു ക്യാൻ ഗിവ് ഇറ്റ് എ നോട്ട് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. pall of fear എന്ന് പറഞ്ഞാൽ ഇതാണ്, covered with or enveloped with fear or anxiety എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെ വന്നിട്ടുണ്ട്, ഇൻ ലൈൻ വിത്ത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇൻ ലൈൻ വിത്ത് നമ്മൾ പഠിച്ചാണ്. ഇൻ ലൈൻ വിത്ത്, ഇൻ അക്കോർഡൻസ് വിത്ത് അല്ലെ, ഇൻ അക്കോർഡൻസ് വിത്ത്, ഇൻ അലൈൻമെന്റ് വിത്ത് എന്നൊക്കെയുള്ള നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. അത് ഞാൻ എഴുതിയിട്ടില്ല, ബട്ട് ഐ ഗെസ് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻ അക്കോർഡൻസ് വിത്ത് അല്ലെ, ഇൻ ലൈൻ വിത്ത് എന്ന് പറഞ്ഞാൽ ഇൻ അക്കോർഡൻസ് വിത്ത് അല്ലെങ്കിൽ ഇൻ അലൈൻമെന്റ് വിത്ത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ് ഇൻ ലൈൻ വിത്ത്. അതുകൊണ്ട് ഞാൻ അത് എഴുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് എ നോട്ട്, ഒരു നോട്ട് എഴുതി വെച്ച് ഒന്ന് നോട്ട് ചെയ്തോളൂ, എങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ pall of fear എന്ന് പറഞ്ഞാൽ കവേർഡ് വിത്ത് ഫിയർ, ഇൻ ലൈൻ വിത്ത് എന്ന് പറഞ്ഞാൽ ഇൻ അക്കോർഡൻസ് വിത്ത് ഓർ ഇൻ അലൈൻമെന്റ് വിത്ത്. പിന്നെ ഡബിൾ എഡ്ജ് സോർഡ് പറഞ്ഞു, വർക്ക്ഔട്ടിന്റെ മീനിങ്ങുകൾ പറഞ്ഞു, ലെറ്റ് അപ്പ്, ഷോർ അപ്പ്, ഇൻ ദ ട്രെഞ്ചസ്, ഫുഡ് ഫോർ തോട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഗ്രേറ്റ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. അപ്പൊ ഇന്നത്തെ അടുത്ത നമ്മൾക്ക് നോക്കാം കേട്ടോ. എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, മുല്ലപ്പെരിയാർ ഡികമ്മീഷൻ ഇസ് എ ഫുഡ് ഫോർ തോട്ട് ടു സേവ് കേരള. യെസ്, അത് PAL ആണ്. അത് PAL ആണ്. യെസ് Yeah, commensurate. Yes. Moving on to synonyms of today. ഇന്നത്തെ synonyms, antonyms ഒക്കെ നോക്കാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അധികം ഡിഫിക്കൽട്ട് വേർഡുകളൊന്നുമില്ല നമുക്ക്. ഇന്ന് നമുക്കുള്ള വേർഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയ കുറച്ച് വേർഡുകളും ആൻഡ് വളരെ ബേസിക് ആയ വേർഡുകളാണ്. അധികമായിട്ടൊന്നും അങ്ങനെ ഇല്ല നമുക്ക് ഇന്ന് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും ഉള്ള വേർഡുകൾ ഏതൊക്കെയാ നോക്കാം. ഒപ്റ്റിമൈസ് എന്ന വാക്കിന്റെ അർത്ഥം യു നോ വാട്ട് ഒപ്റ്റിമൈസ് ഇസ്? ഇംപ്രൂവ് അല്ലെങ്കിൽ അഡ്വാൻസ്, എൻഹാൻസ്, ഡെവലപ്പ്. കമ്പ്യൂട്ടർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഫോൺ, ബേസിക്കലി നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകൾ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒപ്റ്റിമൈസേഷൻ? നമുക്ക് എന്തെങ്കിലും ഒരു ആന്റി വൈറസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ആപ്പ്, നമ്മുടെ ആപ്പിന്റെ ജസ്റ്റ് ഒരു ക്ലീനിങ് ആപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒപ്റ്റിമൈസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇംപ്രൂവ്, ബൂസ്റ്റ്, അഡ്വാൻസ്, എൻഹാൻസ്, ഡെവലപ്പ് എന്നാണ് ഒപ്റ്റിമൈസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഇന്ന് ആർട്ടിക്കിൾ ഒപ്റ്റിമൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്സിനേഷൻ ഒപ്റ്റിമൈസ് ചെയ്യണം, ആ ഒരു ഏരിയ ഇതിനെപ്പറ്റി നമുക്ക് ഒപ്റ്റിമൈസേഷൻ വേണം, ഇംപ്രൂവ്മെന്റ് വേണം, അഡ്വാൻസ്മെന്റ് വേണം എന്നൊക്കെയാണ്. സോ ഒപ്റ്റിമൈസ് എന്ന് പറയുന്ന വേർബാണ്. സോ അതിന്റെ നൗൺ ആണ് ഒപ്റ്റിമൈസേഷൻ. യു നോ ഒപ്റ്റിമൈസേഷൻ അല്ലെ? ഒപ്റ്റിമൈസേഷൻ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാണ്, നൗൺ ആണ്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ്, അഡ്വാൻസ്മെന്റ്, എൻഹാൻസ്മെന്റ്, ഡെവലപ്മെന്റ് എന്നൊക്കെയാണ്.
Okay, clear ആണല്ലോ? Yes. Optimize battery. Yes. Quarantine days are always pal of fear for me. Okay, great. Okay. Yeah, all right. The optimization of Apple is the best when it comes to camera performance. Okay, Hari, great. Moving on, lethal എന്ന് കേട്ടിട്ടുണ്ടാവുമായിരിക്കും, പരിചയമുള്ള വാക്കായിരിക്കും, അഡ്ജക്റ്റീവ് ആണ് lethal weapon എന്നൊക്കെ കേട്ടില്ലേ? lethal weapon ചില ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഒക്കെ വന്നപ്പോൾ ആർട്ടിക്കിളിലൊക്കെ വന്നിട്ടുണ്ട്. This nuclear bomb is a lethal weapon against the, it's a lethal weapon against the community, the entire world. Okay, അല്ലെങ്കിൽ COVID-19 ഇറങ്ങിയപ്പോൾ പറഞ്ഞു it's a lethal weapon, it's a lethal biological weapon against the globe, against the world എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെയൊക്കെ ആർട്ടിക്കിൾ ഇറങ്ങിയിരുന്നു. സോ lethal എന്ന വാക്കിന്റെ അർത്ഥം fatal, മരണത്തിന് വരെ കാരണമാകും, ഡെഡ്ലി, ഇറ്റ്സ് മോർട്ടൽ ഓർ ഡേഞ്ചറസ് ആണ് എന്നാണ് അർത്ഥം lethal എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. ഓർത്ത് വെച്ചോണേ. യെസ്. കണ്ടിന്യൂസ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ഡേറ്റ ഇൻ ഫോൺ is also disturbance to user. Okay, we must optimize our studies to clear HCA exam. Okay, great. Vaccination optimized the progress of the country in the pandemic situation. Yes, Revati. BrahMos is a lethal supersonic missile that is developed indigenously. Yeah. Bioweapons are lethal to mankind. Yes. When I inquired, we customer care about low network, they said that it will be sold in future optimization. Okay, all right. അവര് will be sold എന്നാ പറഞ്ഞെങ്കിൽ ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലേ കൊടുത്തേക്ക് നിയമനം. അപ്പൊ എങ്ങനെ കൊടുക്കും? ഇറ്റ് വുഡ് ബി സോൾഡ്. അപ്പൊ വിൽ ബി എന്ന് അവർ പറഞ്ഞെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് വുഡ് ബി സോൾഡ് കേട്ടോ. കാരണം ഇറ്റ്സ് എ റിപ്പോർട്ടഡ് സ്പീച്ച്. കാരണം വെൻ ഐ എൻക്വയർഡ് വി കസ്റ്റമേഴ്സ് അബൌട്ട് ലോ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. യെസ്, അടുത്തത് രേവതി. ദ മർഡറർ വാസ് സെന്റൻസ്ഡ് ടു ഡെത്ത് ബൈ ലീതൽ ഇൻജെക്ഷൻ. യെസ്, ഗ്രേറ്റ്. മൂവിംഗ് ഓൺ, പ്ലേറ്റോഡ്. ഞാനിവിടെ പ്ലേറ്റോ എന്ന് എഴുതാതെ പ്ലേറ്റോഡ് ആക്കിയത് വേർബാന്ന് നിങ്ങളൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലേറ്റോ നമുക്കറിയാം, പ്ലാറ്റോ എന്ന്, സോറി, ഇറ്റ്സ് നോട്ട് പ്ലേറ്റോ, ഇറ്റ്സ് പ്ലാറ്റോ. പ്രൊനൗൺസിയേഷൻ പ്ലാറ്റോ ആണ്. അപ്പൊ പ്ലാറ്റോ എന്ന് പറയുന്നത് പ്ലാറ്റോ അല്ലെ? നൗണിൽ പ്ലാറ്റോ എന്ന് നമ്മൾ പറയും. പ്ലാറ്റോ എന്താ? പ്ലാറ്റോന്റെ അർത്ഥം വാട്ട് ഇസ് പ്ലാറ്റോ? ജോഗ്രഫി ഒക്കെ പഠിക്കുന്നല്ലേ? പ്ലാറ്റോ എന്താന്ന് പോരട്ടെ? പ്ലാറ്റോ സ്പെല്ലിംഗ് തന്നെയല്ലേ? യെസ്, പ്ലാറ്റോ. എന്താ പ്ലാറ്റോയുടെ മീനിങ് പറഞ്ഞേ? വാട്ട് ഇസ് പ്ലാറ്റോ? പറഞ്ഞേ, പ്ലാറ്റോ പറയൂ. Curved sword is a lethal weapon of samurai in ancient Japanese times. Yes, ഇപ്പോഴും അതെ, they are using that still. The development of 5G network will optimize data efficiency. Yes. പോരട്ടെ, എന്താ പ്ലാറ്റോ? പറയൂ, പ്ലാറ്റോ. What is plateau? If we don't optimize our health, it will cause lethal condition in future. Yes. Sales of smartphones have plateaued in recent years. Yes. COVID-19 sometimes construed by these Quad countries as also by lethal weapon used by Chinese. Yes. ഞാനത് പറയാതിരുന്നതാ. ഇതിൽ ഈ ഇല്ല പ്ലേറ്റോയിൽ അല്ലേ? ഈ വരുമ്പോ താങ്ക് യു. എനിക്കൊരു ഡൗട്ട് വന്നു. യെസ്, താങ്ക് യു വിഷ്ണു. യെസ്, അപ്പൊ പ്ലേറ്റോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതാ സംഭവം. നമ്മൾ എന്താ പറയാ, കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ട് ലെവൽഡ് ആയ ഭൂമിക്ക് നമ്മൾ പറയുന്ന പേരാണ് അല്ലെ? പീഠഭൂമി എന്നാണോ അതിന് പറയുന്നത്? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഒരു ഫ്ലാറ്റ് സർഫസിന് നമ്മൾ എന്ത് പറയും? പ്ലാറ്റോ എന്ന് പറയും. എന്നാൽ പ്ലാറ്റോഡ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, അതിനെ ലെവലാക്കുകയാണല്ലോ. ലെവൽ ഓഫ് സംതിങ്, അടിച്ച് നിരപ്പാക്കുക, സ്റ്റെബിലൈസ് ചെയ്യുക, ബിക്കം പ്ലെയിൻ. അതിനെയാണ് നമ്മൾ പ്ലാറ്റോഡ് എന്ന് പറയാം. സോ പ്ലാറ്റോ എന്ന് പറഞ്ഞ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനൊരു ഇ ഡി എക്സ്ട്രാ വരുവേ, അതാണ് പറഞ്ഞത്. സ്റ്റെബിലൈസ് ചെയ്യുക, ലെവൽ ഓഫ് ചെയ്യുക, ലെവലാക്കുക, അല്ലെങ്കിൽ പ്ലെയിൻ ആക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലാറ്റോ എന്ന വേർബായിട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണേ. പ്ലേറ്റോ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം പ്ലേറ്റോ ചെയ്തു എന്നുള്ളതാണ്. For example, the invention of COVID vaccine or vaccines to cure COVID-19 plateaued the health facilities in India or health facilities around the globe. Stabilize ചെയ്തു, level off ചെയ്തു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. Okay, അടുത്ത it's milestone. You know what milestone is? Breakthrough, discovery, അച്ചീവ്മെന്റ് എന്നൊക്കെയാണ് ഈ പറയുന്ന മൈൽ സ്റ്റോണിന്റെ അർത്ഥം. മൈൽ സ്റ്റോൺ നമുക്ക് വളരെ പരിചയമായ വാക്കുകൾ. ഞാൻ പറഞ്ഞു, ഇന്നത്തെ വാക്കുകളൊക്കെ വളരെ സിമ്പിൾ വാക്കുകളാണ്. മൈൽ സ്റ്റോൺ ഓഫ് സക്സസ്, ദാറ്റ് വാസ് എ മൈൽ സ്റ്റോൺ ഇൻ മൈ ലൈഫ് എന്നൊക്കെ ചിലർ പറയുന്ന കേട്ടില്ലേ? അതെന്റെ ഒരു വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു അല്ലെ? ഓതേഴ്സ് അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റുകളൊക്കെ അവരുടെ കണ്ടുപിടുത്തത്തെ പറ്റിയൊക്കെ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ മൈൽ സ്റ്റോൺ, ഇറ്റ്സ് എ ലാൻഡ് മാർക്ക്. എവിഡന്റ് ആയിട്ടുള്ള എടുത്ത് പറയത്തക്ക ഒരെണ്ണമാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ്സ് എ ബ്രേക്ക് ത്രൂ, ലാൻഡ് മാർക്ക് ഓർ അച്ചീവ്മെന്റ് ഓർ ഡിസ്കവറി എന്നൊക്കെ പറയും. ഓക്കെ, യാ.
Good morning, Shibla. Good morning. Okay, yes. Deccan Plato, yes. I'm about to optimize my immune system by taking the second dose of COVID vaccine. ഇപ്പോഴാണോ എടുക്കുന്നേ? ഓക്കെ ബില, ഇപ്പോഴാണോ എടുക്കുന്നേ? സമയം കിട്ടിയില്ലേന്ന്. അന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം എന്നെ കളിയാക്കി. ഇപ്പോഴാണോ എടുക്കുന്നേന്ന്? എന്താണ് അല്ലേ? ഫ്ലാറ്റ് പാർട്ട് ഓഫ് എർത്ത്. ഓക്കെ, അതാണ് അല്ലേ? യെസ്, അത് തന്നെ. Flat curve. Inflation plateaued in the recent past to give a positive signal to the economy. Yes, level of view. Great. Economy will plateaued alla, will be plateaued by optimizing vaccination. കേട്ടോ അനുഷ? വില്ല് കഴിഞ്ഞിട്ട് ഒരു ബി വേണം, കാരണം പാസീവ് വോയിസ് ആണ് അനുഷ ഉപയോഗിച്ചേക്കുന്നത്. സോ ഇക്കോണമി വിൽ ബി പ്ലാറ്റോഡ് ബൈ ഒപ്റ്റിമൈസിങ് വാക്സിനേഷൻ. ഓക്കെ, യെസ്. ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്ലൈയിങ് കളേഴ്സ് മീൻസ് സംതിങ്, എന്താ പറയാ, സംതിങ് ഗ്രേറ്റ് എന്നൊരു അർത്ഥമാണ്. She passed the exam with flying colors. അല്ലെ? She passed the exam. I passed my course with flying colors. എന്ന് പറഞ്ഞാൽ സംതിങ് അടിപൊളിയായിട്ട് ചെയ്തു. ഗ്രേറ്റ്, സംതിങ് ഗ്രേറ്റ് എന്നൊരു അർത്ഥത്തിലാണ് വരുന്നത്. അടുത്താണ് ഇനോക്കുലേറ്റ്. ഓർമ്മയുണ്ടോ ഇനോക്കുലേറ്റ് നമ്മൾ പഠിച്ചത്? ഇനോക്കുലേറ്റ് നമ്മൾ ഒരുപാട് തവണ പഠിച്ച സ്ഥിരം പറയുന്ന കാര്യം. ഇനോക്കുലേറ്റ് മീൻസ് ഇമ്മ്യൂണൈസ്, വാക്സിനേറ്റ്, ജാബ്, ഇൻജെക്ട്. അതിനെയാണ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്ന അർത്ഥം. ഇനോക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണൈസ് ചെയ്യാം, വാക്സിനേറ്റ് ചെയ്യാം, ജാബ് ചെയ്യാന്നാണ് കേട്ടോ. അപ്പൊ ഇനോക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഓക്കെ ഇൻജെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്മ്യൂണൈസ് ചെയ്യാം, വാക്സിനേറ്റ് ചെയ്യാം, ഓക്കെ കുത്തിവെക്കുക. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതെനിക്കറിയില്ല, അതെനിക്ക് അറിവില്ല കേട്ടോ. ഓക്കെ, I'm sorry. Okay. Revolt of 1857 is a milestone in Indian history. 1857 ആണോ സിപ്പോയ് മ്യൂട്ടനി? ഏതാണ്? എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളേ. ഓപ്പണിംഗ് അപ്പ് ഓഫ് ന്യൂ റെസ്റ്റോറൻറ്റ്. കറക്റ്റ് ആണ് കേട്ടോ. സെന്റൻസ് ഇസ് കറക്റ്റ് വിഷ്ണു. ദ ഓപ്പണിംഗ് ഓഫ് എ ന്യൂ റെസ്റ്റോറൻറ്റ് ഇസ് എ മൈൽസ്റ്റോൺ ഇൻ ഹിസ് ലൈഫ്. ഓക്കെ ബില, യെസ് യു വേർ. യെസ്, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. അപ്പോൾ ഇനോക്കുലേറ്റ് മറന്നു പോകണ്ട. ഇമ്മ്യൂണൈസ്, വാക്സിനേറ്റ്, ജാബ്, ഇൻജെക്ട് എന്നൊക്കെ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. ഇൻഡിസസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇൻഡിസസ് നമ്മൾ നമ്മുടെ നൗണിന്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന വാക്കാണ് ഇൻഡിസസ് ഒരു പ്ലൂറൽ ആണ്. ഇൻഡിസസിന്റെ സിംഗുലർ പറഞ്ഞുതരാമോ? ഇൻഡിസസ് ഒരു പ്ലൂറൽ നൗൺ ആണ്. ഞാനത് അറിഞ്ഞുകൊണ്ട് എടുത്തിട്ടതാണ്. ഇന്ന് ഇതിൽ കൊടുത്തേക്കുന്നത് ഇൻഡിസസ് തന്നെയാണ്. ഇറ്റ്സ് എ പ്ലൂറൽ നൗൺ. ഇതിന്റെ സിംഗുലർ പറഞ്ഞേ. ഇൻഡിസസിന്റെ സിംഗുലർ പറഞ്ഞേ. യെസ്, ദ ഡെവലപ്മെന്റ് ഓഫ് കോവാക്സിൻ ഇസ് എ മൈൽസ്റ്റോൺ ഓഫ് ഇന്ത്യസ് മെഡിക്കൽ സെക്ടർ. യെസ് ജയശ്രീ, സിപ്പോമ്യൂട്ടിന് തന്നെ. ഗ്രേറ്റ്. ഓക്കെ വിഷ്ണു, താങ്ക് യു. ഹരി സെറ്റ്, ഓൾ സെറ്റ്. വിഷ്ണു പറഞ്ഞു ഓക്കെ അത്. അപ്പൊ പിന്നെ ഓക്കെ ആയിരിക്കും. ഓൾ റൈറ്റ്. പറഞ്ഞോ. ഇൻഡിസസ്. ഇനി പറഞ്ഞേ, ഇൻഡിസസ് എന്താണ്? ഇൻഡിസസ് എന്തിന്റെ? നിങ്ങൾക്ക് അറിയാതെ വരത്തനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഓർമ്മയുണ്ടോ? വരത്തനാള്. യെസ്. ഇൻഡിസസിന്റെ സിംഗുലർ എന്താ? ഇൻഡെക്സ്. ഇൻഡെക്സിന്റെ പ്ലൂറൽ ആണ് ഇൻഡിസസ്. കാരണം അത് നമ്മുടെ സാധാരണക്കാരനല്ല, വരത്തനാണ്. ലാറ്റിൻ പദമാണ്. ഞാൻ പറഞ്ഞല്ലോ ഓരോന്നിനും ഓരോ തരത്തിലാണ് ഇതിന്റെ പ്ലൂറൽ ഫോം ചെയ്യുന്നത്. ഇതേപോലത്തെ ഉള്ള ഒരെണ്ണമാണ് മെട്രിക്സ്. മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മെട്രിക്സ്, മെട്രിസസ്. ഓക്കെ, അങ്ങനെയുള്ള അപ്പെക്സ് അൾട്ടിമ, അപ്പെക്സ് മകുടം എന്നൊക്കെ പറയല്ലേ, പീക്ക് എന്നർത്ഥം, അപ്പിസസ്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. ലാറ്റിൻ ആണ് ഇവയൊക്കെ. അപ്പോൾ എന്തായാലും ഇൻഡിസസ് എന്ന വാക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന വാക്കിന്റെ അർത്ഥം ഇൻഡിക്കേറ്റർ അല്ലെ? സെൻസെക്സ് ഇൻഡെക്സ് എന്നൊക്കെ പറയില്ലേ? സോ വാട്ട് ഇസ് ഇറ്റ്? ഇൻഡിക്കേറ്റർ ആണ്, മാർക്കാണ്. ഇറ്റ്സ് എ പോയിന്റർ ഓർ ഇറ്റ്സ് എ സിഗ്നൽ ഓർ ഇറ്റ്സ് എ ഗൈഡ്. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ, ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ആണ്, മാർക്കാണ്. അപ്പൊ ഇതൊക്കെ പ്ലൂറിൽ വരുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ്, മാർക്സ് അല്ലെങ്കിൽ പോയിന്റേഴ്സ്, സിഗ്നൽസ്, ഗൈഡ്സ് എന്നൊക്കെ വരും കേട്ടോ. ഞാനിത് എഴുതിയത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡിസസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയണം, സിംഗുലർ ആണെങ്കിൽ ഇൻഡെക്സ് ആണ്, അതിൻ്റെ കൂടെ ഈസ വരത്തുള്ളൂ. ഇൻഡിസസ് ആണെങ്കിൽ സിംഗുലർ അല്ല, പ്ലൂറൽ ആണ്, അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബേ വരുള്ളൂ എന്നുള്ള കാര്യം അറിയണം. അതിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. റേഡിയസ് റേഡിയായി. യെസ്, ഗ്രേറ്റ്. On the guise of birthday of Shri Modi ji, on September 17, India created a milestone of inoculating 100 crore doses a day. Yes. I mean, yeah. The Black Lives Matters propaganda inoculated a new way of thinking in world diaspora. Okay. All right. It's good. Okay. അടുത്തത്
എപെക്സ് കോട്ട്. യെസ്. അടുത്ത് നോക്കിക്കേ, വെയിൻ. വെയിൻ എന്ന വാക്കിന്റെ അർത്ഥം WANE, വെയിൻ. WANE, വെയിൻ. കേട്ടുണ്ടോ എവിടെയും? വെയിൻ, വേറെ വെയിൻ നിങ്ങൾ കേട്ട് പരിചയമുണ്ടായിരിക്കും. VA, അത് വെയിൻ അല്ല, അത് വെയിൻ ആണ്. ഇത് വെയിൻ ആണ്. WANE, വെയിൻ. വെയിൻ എന്ന് പറഞ്ഞാൽ വേർബാണ് ഡിക്രീസ്, ഡിക്ലൈൻ, ഷ്രിങ്ക്, ഡിമിനിഷ്, ഡ്രൂപ്പ് എന്നൊക്കെയാണ് വെയിൻ എന്ന വാക്കിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും വെയിൻ എന്ന യൂസേജ് എന്താ ഉദ്ദേശിച്ചത്. ഇവൻ ദോ നമുക്ക് വാക്സിനേഷൻ സ്പൈക്കിംഗ് അപ്പ്, യു ക്യാൻ സേ സ്പൈക്ക് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇൻക്രീസിങ് ചെയ്യുമ്പോഴും യു ക്യാൻ സീ ദ പേഷ്യൻസ്, ദ നമ്പർ ഓഫ് പേഷ്യൻസ് ഓർ ദ ഇമ്മ്യൂണിറ്റി ഈസ് വെയിനിങ് എന്ന് ഒക്കെ പറയുന്നു. അപ്പോൾ വെയിനിങ് ആണെന്ന് പറയുമ്പോൾ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ. ഇന്ന് നിങ്ങൾക്ക് ആർട്ടിക്കിൾ കാണുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാവും, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. എനിവേ, വെയിൻ എന്ന വാക്കിന്റെ അർത്ഥം ഡിക്രീസ്, ഡിക്ലൈൻ എന്നൊക്കെയാണ്. വേറെ വെയിൻ അറിയായിരിക്കും നിങ്ങൾക്ക്, VAIN, വെയിൻ. അപ്പോൾ വ്യത്യാസം നമുക്ക് ഈ പറയുന്ന കണക്റ്റഡ് വേർഡ്സ് വരുമ്പോൾ നിങ്ങളൊന്ന് അറിയണം. വെയിൻ, WAIN, വെയിൻ എന്താ? WAIN, വെയിൻ. WEIN, വെയിനും ഉണ്ട്. ഒരുപാട് വെയിൻ ഉണ്ട് അല്ലേ? അപ്പൊ എന്തായിരിക്കും വെയിൻ്റെ അർത്ഥം പറഞ്ഞേ? India ranks 113 in the hunger index of 120 countries. എന്താ അല്ലേ? യെസ്. അതെ അതെ. ഓക്കെ, യെസ്. They are now encouraging signs that the epidemic is on the wane as sales slowly begin to pick up again. Are now encouraging, they're encouraging signs now. അങ്ങനെ കൊടുക്കാം. നൗ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് എന്തിലാണ്? അഡ്വർബ് ആണ്, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് അഡ്വർബ് ഓഫ് ടൈം, ഇപ്പോ എന്നല്ലേ. അപ്പൊ അഡ്വർബ് ഓഫ് ടൈം നമ്മൾ എവിടെ കൊണ്ടുപോകില്ല? മെയിൻ വേർബിന്റെ തൊട്ട് മുമ്പിൽ നമ്മൾ ഇടാറില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ രേവതി, അത് മാത്രം ശ്രദ്ധിക്കാം. വെയിന്റെ മീനിങ് പറഞ്ഞു, മൂൺ വാക്സ് ആൻഡ് വെയിൻസ് ഡ്യൂറിങ് ഇറ്റ്സ് കോഴ്സ് ഓഫ് ടൈം. യെസ്. ഓൾ മൈ പ്ലാൻസ് വെന്റ് ഇൻ വെയിൻ. ഈ വെയിൻ, WAIN, വെയിൻ. എന്ത് വെയിൻ ആണ്? എന്താണ് വെയിൻ? പറഞ്ഞേ, മീനിങ് പറഞ്ഞേ. The result of my plans waned way more down than what I expected. Okay. COVID-19 cases in Maharashtra continues to wane over the past week. Yes. All right. Parayu. Hi, Abhi. Enda Abhi, vein. Ee vein parayo. Abhi, contact number ende mail ID lote enike message anything if you have anything to say. Adu endile course ne pattiyano doubt? Okay. പറയൂ. ഈ വെയിന്റെ മീനിങ് പറയാമോ? ഈ വെയിൻ എന്താ? WAIN, വെയിന്റെ അർത്ഥം എന്താ? ഫ്യൂട്ടൈൽ, മീനിങ്ലെസ്, വെറുതെ ആയിപ്പോയി എന്ന് പറയല്ലേ. പോയിന്റ്ലെസ്, ഫ്യൂട്ടൈൽ, പോയിന്റ്ലെസ് എന്നൊക്കെയാണ് വെയിൻ എന്ന അർത്ഥം. എന്നാൽ മറ്റേ വെയിന്റെ അർത്ഥം എന്താ? VEIN, വെയിന്റെ അർത്ഥം എന്താ? നമുക്കിന്ന് ചെറിയ വേർഡ്സേ ഉള്ളൂ. വെയിൻ എന്താ? നമ്മൾ എന്തിനാ വെയിൻ എന്ന് പറയാം? വെയിനില്ലേ, ബോഡിയിലെ വെയിനൊക്കെ ഇല്ലേ, എന്താ അതിനെ പറയും നമ്മള്? വെയിൻ എന്ന് പറയുമ്പോൾ ലെയർ, എന്താ അതിന് പറയാ? നമ്മുടെ ബ്ലഡിലെ വെയിൻ ഒക്കെ നമ്മൾ പറയില്ല, ആ വെയിൻ. അതാണ് ബ്ലഡ് വെസൽ ഒക്കെ പറയില്ലേ, അതാണ്. ഓരോന്നിന്റെ മീനിങ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, കാരണം ഡൗട്ട് അടിച്ച് പോകരുത്. സ്പെല്ലിംഗ് വ്യത്യാസമാണ്. അപ്പൊ ആ വെയിനാണോ ഈ വെയിനാണോ എന്നുള്ള ഡൗട്ട് നമുക്ക് വരാൻ പാടില്ല, അതുകൊണ്ട് പറയുന്ന കേട്ടോ. അപ്പൊ മൂവിങ് ഓൺ. ഓക്കെ, സിരകൾ. ഓക്കെ, സിരകൾ. ഓക്കെ, മീനിങ്. ഓക്കെ. Yes, vein useless, vein blood vessels. Yes, sir. Yes. Due to COVID-19, vein is monthly income. Okay, ആ vein correct ആണ്. Denmark reintroduces health pass after surge in COVID cases. Yes. Okay. വൃദ്ധവിൽ. Okay, vein. Okay. വൃദ്ധാവിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. The sender announced a vein in the tax for fuels. Okay. All right. കേരള കോണ്ടാക്ട് നമ്പർ. അബി, ഞാൻ സപ്പോർട്ട് ID മെയിൽ തന്നാൽ മതി, അത് എൻ്റെ മെയിൽ ID വേണോ? എന്താ അബിക്ക് വേണ്ടത്? അബിക്ക് കേരള സപ്പോർട്ട് ID തരാം. കേരള ഡോട്ട് ഓക്കെ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ മെയിൽ ID, കേരളയുടെ. അത് മെയിൽ ID ഉണ്ട് കേട്ടോ, പിടിച്ചോളൂ. ഓക്കെ, യെസ്. All right. The study of the patterns in the leaves of a plant is called as venation. Oh, okay. Flow of water, veins in tributaries during summer. വൃതാവിൽ. ഓക്കെ. ഗ്രേറ്റ്. അടുത്ത നോക്കിയേ, സർജ്. നമ്മൾ സർജ് ഇന്നലെ കണ്ടതാണ്. സർജ് എന്ന് പറഞ്ഞാൽ ഫ്ലോ, ഔട്ട് പോറിംഗ്, ബേസ്റ്റ്, ഗഷ്, കുത്തൊഴുക്ക് എന്നൊക്കെ പറയില്ല, അതിനാണ് സർജ് എന്ന് പറയാം അല്ലെ. സർജ്, ഇൻസർജൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻസർജൻസ് അല്ലെ, നമ്മുടെ പ്രൊട്ടസ്റ്റിനൊക്കെ ഇൻസർജൻസ് എന്ന് നമ്മൾ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പൊ സർജ് എന്ന് പറഞ്ഞ വേർബായിട്ടും നൗൺ ആയിട്ടും ഉപയോഗിക്കും. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് വൺ, ഡാബിൾ. ഡാബിൾ എന്ന വാക്കിന്റെ അർത്ഥം സ്പ്ലാഷ്, എ ഡാബിൾ ഓഫ് വാട്ടർ.
ഡാബിൾ ഓഫ്, എങ്ങനെ ഡാബിൾ കേട്ടിട്ടുണ്ടാവും, ഡാബിൾ എന്ന വാക്ക്. സ്പ്ലാഷ്, ഡിപ്പ്, ഒരു തുള്ളി എന്നൊക്കെ പറയില്ല, ഒരു തുള്ളി, ഒരു സ്പ്ലാഷ് എന്നൊക്കെ പറയില്ലേ. പെഡൽ അല്ലെങ്കിൽ ഇമേഴ്സ്, മുങ്ങുക, അർത്ഥമുണ്ട്. മുങ്ങുക, ഇമേഴ്സ് ചെയ്യുക, ഡിപ്പ് ചെയ്യുക, പാഡൽ ചെയ്യുക, തുഴയുക, ട്രെയിൽ, മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ഡാബിൾ മീൻസ്. കേട്ടോ? സ്പ്ലാഷ് ചെയ്യുക, ഡിപ്പ് ചെയ്യുക, പാഡൽ ചെയ്യുക. ഡാബിൾ എന്ന് പറയുന്ന വേർബിന്റെ മീനിങ് കേട്ടോ. ഡാബിൾ എന്ന വേർബിന്റെ മീനിങ് ഇതാണ്. സ്പ്ലാഷ് ചെയ്യുക, ഡിപ്പ് ചെയ്യുക, പെഡൽ ചെയ്യുക, ഓർ ഇമേഴ്സ് ചെയ്യുക, ട്രെയിൽ ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോളൂ. അടുത്ത വാക്ക് ഇൻകംബന്റ്. ഇൻകംബന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: ബൈൻഡിങ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി, മാൻഡേറ്ററി അല്ലെങ്കിൽ കറന്റ്, എക്സിസ്റ്റിംഗ് കറന്റ് എന്നൊരു മീനിങ് ഉണ്ട്. ഇൻകംബന്റ് എന്ന അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് എന്താ, ഇപ്പൊ റെലവെന്റ് ആയിട്ടുള്ള ഇപ്പൊ കറന്റ് സെനേരിയോ ആണെങ്കിൽ ഇൻകംബന്റ് സെനേരിയോ നിങ്ങൾ പറയാണ്. നിങ്ങൾക്ക് ഒരു വാക്ക് കറന്റ് സെനേരിയോയ്ക്ക് പകരം നിങ്ങൾക്ക് ഒരു വേറൊരു വാക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ എഴുതാൻ പോകുമ്പോഴേ നമുക്ക് എപ്പോഴും അല്ലേ, നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് എപ്പോഴും വരുന്ന, ഇങ്ങനെ നമ്മൾ എഴുതാറില്ലേ, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു വാക്കാണ് കറന്റ് സെനേരിയോ, അല്ലെങ്കിൽ ഇറ്റ്സ് മാൻഡേറ്ററി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ യു ക്യാൻ യൂസ് എ വേർഡ് ഇൻകംബന്റ്. ഓർത്ത് വെച്ചോണേ, ഇൻകംബന്റ്, സംതിങ് ദാറ്റ് ഇസ് മാൻഡേറ്ററി എന്നുള്ള രീതിയിൽ വരും അല്ലേ. ദിസ് ഈസ് ഇൻകംബന്റ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ബ്രിങ്ങിങ് എ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ടു ദ എക്സാമിനേഷൻ ഹോൾ ഈസ് ഇൻകംബന്റ് എന്ന് കേട്ടാൽ ഓർത്തോളൂ. ഇൻകംബന്റ് എന്ന് വെച്ചാൽ എന്താ, ദാറ്റ് മീൻസ് മാൻഡേറ്ററി, ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് എന്ന റിലവന്റ് ആയിട്ടുള്ള കാര്യത്തോട്ട് റിലേറ്റ് ചെയ്തും നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പർ ഇൻകംബന്റ് എന്ന രീതിയിൽ പറയാട്ടോ. ഓക്കെ, യെസ്, ചോക്ലേറ്റ് ഡാബിൾ wafers are my favorite. Okay, wafers. Okay, there was a surge in Lulu Mall due to offer sale. Yes, viruses are incumbent parasites. Okay, all right. But when she was dabbling her feet in the pool, her mother called her. കറക്റ്റ് ആണ്. പെഡലിംഗ് കറക്റ്റ് ആണ്. ഓക്കെ, ഓർ ഡിപ്പിംഗ്, രണ്ടും കറക്റ്റ് ആണ് രേവതി. ഇൻകംബന്റ് ചീഫ് ഓഫ് ദ എയർഫോഴ്സ് സ്റ്റാഫ് ഇസ് വിവേക് റാം ചൗധരി. ഓക്കെ, കറണ്ട്, യെസ്. ഓക്കെ, യെസ്. മൂവിങ് ഓൺ. അടുത്ത് നോക്കിയാലോ, നെക്സ്റ്റ് വാക്കുകൾ നോക്കിയാലോ. അടുത്ത വാക്കാണ് ഡോൺ. നമ്മൾ ഡോൺ, ആ ഡോൺ ആണോ? ആ ഡോൺ അല്ല കേട്ടോ. അണ്ടർവേൾഡ് ഡോൺ, ആ ഡോൺ അല്ല കേട്ടോ. ഡോൺ എന്നൊക്കെ യൂസേജ് പറയും നമ്മൾ. ഇത് വേർബ് ആയിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ. വേർബായിട്ട് ഉപയോഗിക്കണം. ഡോൺ എന്ന് പറയുന്നതിന്റെ മീനിങ് ഇതാണ്: പുട്ട് ഓൺ അല്ലെങ്കിൽ വെയർ. ഇന്ന് നിങ്ങൾ കാണും ഡോൺ ദ ക്യാപ്പ് ഓഫ് ടൈറ്റിൽ, ഡോൺ ദ ക്യാപ്പ് ഓഫ് സംതിങ്, അങ്ങനെ ഇന്ന് കാണാം. ഇങ്ങനെ ഇന്നത്തെ ഒരു ആർട്ടിക്കിളിൽ നമ്മുടെ ദ്രാവിഡ്, ഞാൻ പറഞ്ഞല്ലോ ക്രിക്കറ്റിലെ ക്യാപ്റ്റൻ പോട്ടെ, കോച്ചായിട്ട് നമ്മൾ ദ്രാവിഡ് വരുന്നതിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആർട്ടിക്കിളിൽ അവസാനിക്കുന്ന ഈ ഒരു വേർഡ് വെച്ചിട്ടാണ്, ഫ്രേസ് വെച്ചിട്ടാണ് don the cap of coach. യെസ്, ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അതായത് wear the cap of coach, ടൈറ്റിൽ ഓഫ് കോച്ച്, അതാണ് ഉദ്ദേശിക്കുന്നത്. പുട്ട് ഓൺ അല്ലെങ്കിൽ wear, attire, get dressed in എന്നൊക്കെയാണ് ഡോൺ എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ. അടുത്ത വാക്ക് അത് അധികം കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കില്ല, ബട്ട് യൂസ് ചെയ്യുന്ന കണ്ടാൽ വാട്ട് ഈസ് ഇറ്റ് എന്നൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം. അതുകൊണ്ടാണ് ഡോൺ പറഞ്ഞത് കേട്ടോ. അടുത്ത് നോക്കിയോ, ഹെൽം എന്ന വാക്കിന്റെ അർത്ഥം വേർബായിട്ടും നൗൺ ആയിട്ട് ഉപയോഗിക്കും. വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹെൽം ചെയ്യാന്ന് പറഞ്ഞാൽ നാവിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിയർ ചെയ്യുക. ദാറ്റ് ഈസ് ഹെൽം. വി വർ ഹെൽമിങ് ത്രൂ ദി പോളാർ റീജിയൻസ്, ആർട്ടിക്സ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നാവിഗേറ്റിംഗ് ത്രൂ, സ്റ്റിയറിംഗ് ത്രൂ എന്നൊരർത്ഥം. ഓക്കെ, എന്നാ ഹെൽം എന്ന വാക്കിന് നൗൺ ഫോർമുലേഷൻ ഉണ്ട്. അതിന്റെ മീനിങ് ഇതാണ്: ടില്ലർ, വീൽ, റഡർ എന്നൊക്കെയാണ് അർത്ഥം. ചക്രം എന്നൊക്കെ പറയില്ല, അതാണ് ഹെൽം എന്ന വാക്കിന്റെ നൗൺ ഫോർമുലേഷൻ. ഓക്കെ, എന്നാൽ വേർബ് ഫോർമുലേഷൻ നാവിഗേറ്റ് ചെയ്യുക, സ്റ്റിയർ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, നോർമലി സ്റ്റിയർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നത് വെള്ളത്തിലൂടെയുള്ള സഞ്ചാരം, അതിനെയാണ് ഹെൽം എന്ന യൂസേജ്. സ്റ്റിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ മാത്രം കൊടുത്താൽ മതി, മനസ്സിലായോ? അതങ്ങ് ഒഴുകി അങ്ങ് പൊക്കോളും. ദാറ്റ് ഈസ് നാവിഗേഷൻ ഓർ സ്റ്റിയറിംഗ്. ഓർത്ത് വെച്ചോളൂ, ഹെൽം ഓർത്ത് വെക്കുക കേട്ടോ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത വാക്ക് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാണ് ഇൻകംബന്റ് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ആണ് ഉദ്ദേശിച്ചത് ശരണ്യ. ഓക്കെ, ഡാബ്ലിംഗ് ഓഫ് റേസിൻസ് ഇൻ വാട്ടർ വിൽ കോസ് ഇൻബൈബിഷൻ. യെസ്, ഇൻബൈബിഷൻ നമ്മുടെ ഇതിനും പറയില്ലേ, നമ്മുടെ ഡോർ അടയ്ക്കാതെ അല്ലേ, മഴക്കാലത്ത് അല്ല, മഴക്കാലമാണോ ഏത് കാലത്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഡോർ ഇങ്ങനെ അടയാതിരിക്കുന്ന ഒരു അവസ്ഥ, അതിനും ഇൻബൈബിഷൻ എന്നല്ലേ നമ്മൾ പറയാ. ഒറിജിനൽ ID proof of income is incumbent for PSC exams. Yes, the suggestions given by the SC to Supreme Court to the President is not binding. Okay, don't go pakadna mushkil rahe. Oh, Hindi. Okay, Vishnu. Yes.
മുസീബത്തി നഹി ഹേ. ഓ ഓ ഓ തുടങ്ങി ഡയലോഗുകളായിട്ട് തുടങ്ങി ഓരോ നിങ്ങൾ. ശരി, ഓക്കേടാ. അടുത്തത് യൂണിവേഴ്സിറ്റി ടീച്ചർ എന്ന മീനിങ് ഇല്ലേ ഡോണിന്? ഡോണിന് യൂണിവേഴ്സിറ്റി ടീച്ചർ എന്ന് യു മീൻ പ്രൊഫസർഷിപ്പ് അതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനൊരു മീനിങ് ഡൺ അസ് അതാണോ ഉദ്ദേശിക്കുന്നത്? ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനൊരു മീനിങ് ഉണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. യെസ്. മോസ്റ്റ് കോർപ്പറേറ്റ്സ് ആർ മേക്കിംഗ് COVID-19 വാക്സിനേഷൻ ഇൻകംപെന്റ് ഫോർ ഇറ്റ്സ് വർക്കേഴ്സ്. നെസസറി മാൻഡേറ്ററി. യെസ്, ഗ്രേറ്റ്. അടുത്തത് ഹി ഓൾവേസ് സെർച്ചസ് ടു ഓഫീസ് ആൻഡ് റീച്ചസ് ദെയർ ലേറ്റ്. ഓക്കെ. റഷസ്. ഓക്കെ. യാ, ഹെൽംസ്മെൻ. യെസ്, ഹെൽംസ്മെൻ. യെസ്, ശരത്. യാ, ഓർക്കുന്നു. ഹെൽംസ്മെൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? തുഴയുന്ന ആളിനെ അല്ലേ, വണ്ടി ബോട്ടിലെ ആളായിരുന്നു ഹെൽംസ്മെൻ എന്ന് നമ്മൾ പറയാം. യെസ്, സിനിമകളിലൊക്കെ, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഹെൽംസ്മെൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഡെഡ് സെൽസ് വെള്ളം വലിച്ചാൽ അത് യെസ് അതെ യെസ്, ഇംബാബിഷൻ. യെസ്. അടുത്ത് നോക്കിയേ, ട്രേറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ബയോളജിക്കൽ ടേം ആണ് ട്രേറ്റ് എന്ന് പറയുന്ന ഉപയോഗം അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഡോമിനന്റ് ട്രേറ്റ്, അതൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ബയോളജിയിൽ നമ്മൾ എപ്പോഴും കേട്ടുള്ളവയായിരിക്കും. ട്രേറ്റ്, ക്യാരക്ടറിസ്റ്റിക്, വിശേഷണം അല്ലെ, വിശേഷണം സംതിങ് ലൈക്ക് ദാറ്റ്. എനിവേ, അട്രിബ്യൂട്ട് അല്ലെ, ഫീച്ചർ, അതിനാണ് ട്രേറ്റ് എന്ന് പറയാം. ട്രേറ്റ് എന്ന് പറയുമ്പോൾ ട്രേറ്റ് അല്ലെ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? സ്വഭാവം, അട്രിബ്യൂട്ട്, ഒരു ഫീച്ചർ എന്നൊക്കെയാണ് ട്രേറ്റ് എന്ന അർത്ഥം. ഓക്കെ. യാ, അടുത്ത് നോക്കിക്കേ, ഹി ഹാസ് എ ഡോമിനന്റ് ട്രേറ്റ്. അവനൊരു പ്രത്യേകിച്ച് ഒരു ഡോമിനന്റ് ക്യാരക്ടറാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഫീച്ചറാണ് അവന് എന്ന് പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത് ഫൊറേ എന്ന വാക്കിന്റെ അർത്ഥം റെയ്ഡ്, അസോൾട്ട്, ഡെസൊലേറ്റ് അല്ലെങ്കിൽ ഇൻവേഷൻ എന്നൊക്കെയാണ് ഫൊറേ എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. ഫൊറേ എന്ന് പറഞ്ഞാൽ ഇൻവേഡ് ചെയ്യുക, ഇൻവേഷൻ നടത്തുന്നതിന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ റെയ്ഡ് നടത്തുന്നതിന്, അസോൾട്ട് ചെയ്യുന്നതിന് അല്ലെ. അസോൾട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്താ പറയാ, അടിച്ചിടിച്ച് പരിപ്പിളക്കുക. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയും? ഫൊറേ എന്ന് പറയും കേട്ടോ, ഓർത്ത് വെച്ചോണം. അടുത്ത വാക്കാണ് ടെംപ്ലേറ്റ് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ഥിരം കാണുന്നതായിരിക്കും കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിലൊക്കെ. ടെംപ്ലേറ്റ് കേട്ടിട്ടുണ്ടാവും. വാട്ട് ഇസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഡയഗ്രാം, ഓക്കെ, അല്ലെങ്കിൽ പാറ്റേൺ, അല്ലെങ്കിൽ പാരഡൈം, ഫോർമാറ്റ്. ഇന്ന ടെംപ്ലേറ്റ് എന്നൊക്കെ പറയില്ലേ. ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിത്തിങ് ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നോർമലി നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള ഒരു വാക്കാണ് ഈ ടെംപ്ലേറ്റ്, ഡെയിലി യൂസ് ചെയ്യുന്ന വാക്കാണ്. ട്രേറ്ററും ഇസ് എൻറ്റയർലി ഡിഫറെന്റ് കേട്ടോ ശരത്. ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചതിയൻ എന്നാണ് അർത്ഥം അല്ലെ. ട്രേറ്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചീറ്റർ. ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ചീറ്റ് അല്ലെ. ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ചീറ്റാണ്, വിശ്വസിക്കാൻ പറ്റില്ല, കള്ളനാണെന്നൊക്കെ പറയില്ല, അതാണ് ട്രേറ്റർ എന്ന് പറഞ്ഞാൽ. ഹീസ് എ ചീറ്റ് എന്നാണ് ട്രേറ്ററിന്റെ അർത്ഥം അല്ലെ. അതിനാണ് നമ്മൾ പറയാം. എന്നാൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല, അത് പോസിറ്റീവ് മീനിങ് ആണ് ട്രേറ്റ് എന്ന് പറയുന്നത്. ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ് കേട്ടോ, അതുമായിട്ട് ബന്ധമില്ല കേട്ടോ. യെസ് ട്രേറ്റർ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മൊത്തത്തിൽ പറയും. ട്രേറ്റർ എന്ന് പറയുമ്പോൾ എന്താ? ചതിയൻ, ചീറ്റ്, അങ്ങനെ ഒരുപാട് എന്താ പറയുക, രാജ്യദ്രോഹി, ട്രീസൺ, അങ്ങനെ പറയും ട്രേറ്റർ. യെസ്. യാ, ഓക്കെ. അടുത്തത് ഗ്ലിജിറ്റ് ഓൾവേസ് എക്സ്പീരിയൻസ് ടെററിസ്റ്റ് അസോൾട്ട്സ്. യെസ്. ഓക്കെ. I made a website using similar template to TCS website that looks cool. Okay, great, Gautam. Mentaleev said that traits can go dominant or recessive generation to generation. Okay. Virat Kohli said the template for Rohit to build on where he left in T20s. Okay. വഞ്ചകൻ, ചതിയൻ എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് ട്രേറ്റർ. യെസ്. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ നമ്മുടെ സിനോണിംസ് ആൻഡ് ആന്റണിംസ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ടുഡേയ്സ് ആർട്ടിക്കിൾ. അപ്പോൾ സെറ്റ് ആണല്ലോ, സിമ്പിൾ വേർഡ്സ് ആയിരുന്നല്ലോ ഇന്ന്. സെറ്റ് ആണോ എല്ലാവരും? എങ്കിൽ നമുക്കൊരു തംസപ്പ് തന്നെ, എല്ലാവരും ഒരു തംസപ്പ് തന്നെ, നമുക്ക് അതിലോട്ട് പോവാം. He donned his image of foray and treats it as great quality. നോക്കട്ടെ, he donned his image, he wear his image of foray. foray എന്നുള്ളത് റെയ്ഡ്, അസോൾട്ട് എന്ന്, അവിടെ ഫൊറേന്റെ യൂസേജ് ശരിയല്ല, മനസ്സിലായി? ഓഫ് ഇൻവേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് ഓഫ് ഇൻവേഷൻ വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് നോട്ട് മീനിങ്ലെസ് അല്ല, കറക്റ്റ് ആണ് അങ്ങനെ പറയുമ്പോൾ, പിന്നെ കറക്റ്റ് ആണ്. രാജീവ് ഗാന്ധി വാസ് അസോൾട്ടഡ് ബൈ എ പോലീസ് മാൻ ഇൻ ദ പരേഡ് ceremony. Okay. The subject I charge emailed us the template for question bank preparation. The subject I charge emailed us the template for the question bank preparation. Okay, great. For a citizen from Bangladesh to Kerala for the search of job. Okay. All right. Yes. All right. ഷോ മീ സം ലവ്, സപ്പോർട്ട്. ഓക്കെ, അപ്പൊ ലൈക്ക് ചെയ്യാനുള്ളവരൊക്കെ ലൈക്ക് ചെയ്തോളൂ. നമുക്ക് നേരെ പോകാം. ഇന്നത്തെ ആർട്ടിക്കിൾ ഇതാണ്.
ഒപ്റ്റിമൈസിങ് ദ ഫോൾ. അപ്പൊ നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ ഘോരഘോരം പ്രസംഗിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്, വന്നിട്ട് പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, സെറ്റാണ് എന്നൊക്കെയുള്ള ഒരു യൂസേജ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ വാക്സിനേഷനൊക്കെ സെറ്റായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒപ്റ്റിമൈസേഷൻ അവിടെ വേണ്ടതെന്ന് നോക്കാം. ഓൾറൈറ്റ്, യെസ് നോക്കാം. ഒപ്റ്റിമൈസിങ് ദ ഫോൾ ഇവിടെ നോക്കാവേ. ഡെസ്പൈറ്റ് എന്താണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, അതിനെ ലെവലാക്കുന്നത് എന്താണ് നോക്കാം. അതിനെ നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യുന്നത് എന്തിനാണ് നോക്കാം. ഡെസ്പൈറ്റ് ഫോളിംഗ് COVID-19 കേസസ്, ഇന്ത്യ മസ്റ്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് വാക്സിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പോൾ COVID-19 കേസിനെ കുറയ്ക്കുക എന്നുള്ളത് ഒന്നാണ്. ഡെസ്പൈറ്റ്, ഓൾദോ എന്നുള്ള അർത്ഥമാണ്. ഡെസ്പൈറ്റ് ഇസ് എ പ്രിപ്പോസിഷൻ. അപ്പം അത് കുറയ്ക്കുന്നതിനോടൊപ്പം ഇന്ത്യ എന്തിനെ ഫോക്കസ് ചെയ്യണം, വാക്സിനേഷൻ ഇംപ്രൂവ് ചെയ്യാനും ട്രീറ്റ്മെന്റ് ഇംപ്രൂവ് ചെയ്യണം. വാക്സിനേഷൻ ഓൾറെഡി നമ്മൾ എടുക്കണം. വാക്സിനേഷൻ ഇസ് വാട്ട്, ഇറ്റ്സ് എ പ്രിവെൻഷൻ അല്ലെ. എന്നാൽ പ്രിവെൻഷനും ക്യൂറും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്. കാരണം നമുക്ക് എത്ര പറഞ്ഞാലും നമുക്കറിയാം, നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് ഒരു പരിധി കവിഞ്ഞ് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് വി നോ ഇന്നത്തെ സിറ്റുവേഷൻ മാറി, സ്കൂളുകൾ തുറന്നു, മൊത്തത്തിൽ എല്ലാവരും പുറത്തോട്ട് പോലെ, ടൂറിസ്റ്റ് സെന്റേഴ്സ് തുറന്നു, ഹോട്ടൽസ് തുറന്നു, തിയേറ്റേഴ്സ് തുറന്നു, എവറിഥിങ് ഈസ് ഓപ്പൺ ഏരിയ ആയി, ആൻഡ് സോഷ്യലൈസേഷൻ ഹാപ്പൻസ് അഗൈൻ. അപ്പം അതുകൊണ്ട് what is going to happen, ഉറപ്പായിട്ടും നമുക്ക് എന്ത് വരും, കേസുകൾ കൂടും. അപ്പോൾ വി ഹാവ് ടു ബി വെരി മച്ച് കെയർഫുൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, ഒന്ന് നമുക്ക് എന്ത് വേണം, പ്രിവെൻഷൻ മെത്തേഡ് നിർബന്ധമാണ് ആണല്ലോ. എന്നാൽ ക്യൂറും അതുപോലെ തന്നെ വേണം. ഇനി കോവിഡ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചർ, അതിനുള്ള ഫെസിലിറ്റീസ് ഇന്ത്യയിൽ വേണം, ഹോസ്പിറ്റൽസ് വേണം എന്നാണ് നമ്മുടെ ആര് പറയുന്നത്, നമ്മുടെ ഓഥർ പറയുന്നത്. ലെറ്റ്സ് സീ അതിനെ പറ്റിയുള്ള നമുക്ക് നോക്കാട്ടോ ഇന്ന്. There is reason for optimism in India's battle against the COVID-19 pandemic. Daily new coronavirus cases has dipped into 9-month low. There were 10,929 new cases reported in the previous 24 hours on Saturday morning. Though the latest numbers on Monday show a slight rise at 11,451, the key cause for optimism is that the country's active case load stood at 1,46,950 cases, which was a 262-day low according to Health Ministry. The active cases അതിലോട്ട് പോകാം അതിന് മുമ്പ്. അപ്പോൾ ഒരു ഒപ്റ്റിമിസം അല്ലെ, ഒരു പോസിറ്റിവിറ്റിയുടെ ആവശ്യമുണ്ട് ഇന്ത്യയിലെ ബാറ്റിലിന്. ഇന്ത്യയുടെ നമ്മൾ COVID-19 പാൻഡമിക്കിനെതിരെയുള്ള പൊരുതുന്നതിന് ഒരു ഒപ്റ്റിമിസത്തിന്റെ, ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു സൈൻ ഉണ്ട്, ഒരു കാരണമുണ്ട് എന്നാണ് നമ്മൾ ഓഥർ പറഞ്ഞത്. ഒരു പോസിറ്റീവ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. കാരണം നമ്മൾ ഡെയിലി കേസസ് എടുത്ത് നോക്കുവാണെങ്കിൽ, നമ്മൾ അത് മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ അതൊരു ഡിപ്പ് ചെയ്തിട്ടുണ്ട്, അത് മുങ്ങി. ഇപ്പോൾ ഒരു 9-month ലോയിലോട്ട് വന്ന് കുറഞ്ഞിട്ടുണ്ട്. COVID-19 കേസുകൾ അത്ര കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഓഥർ പറയുന്നത്. കാരണം 24 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ ദിവസം സാറ്റർഡേ മോർണിംഗിൽ എടുക്കുവാണെങ്കിൽ എടുത്തപ്പോൾ നമുക്ക് 10,929 കേസസേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ലേറ്റസ്റ്റ് നമ്പർ എടുക്കുവാണ്, മൺഡേയിലെ ലേറ്റസ്റ്റ് നമ്പർ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചൊരു ഇൻക്രീസ് ഉണ്ട്. 11,451 എന്നുള്ള ഒരു 1000 ഒരു എക്സ്ട്രാ ഒരു 1,100 രീതിയിലോട്ട് വരുന്നുണ്ട്, അത്ര വരുന്നുള്ളൂ. ആ ഒരു ലെവലിലോട്ട് വരുന്നു എന്ന് കൂട്ടിയാൽ മതി, കൂടുതലില്ല. 1000 ലെവലേ വരുന്നുള്ളൂ, അത്ര കൂടുതൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഏറ്റവും ഒപ്റ്റിമിസത്തിന്റെ, ഈ പോസിറ്റിവിറ്റിയുടെ ഏറ്റവും കാര്യം എന്താ, വാട്ട് ഇസ് എ കീ കോസ്, ഇതിന്റെ കീ കോസ് എന്താണെന്ന് പറയുന്നത്, ഈ പറയുന്ന ഹെൽത്ത് മിനിസ്റ്റർ പറയുന്ന ഇതാണ്. ഒപ്റ്റിമിസത്തിന്റെ കാര്യം എന്താ വെച്ചാൽ ആക്റ്റീവ് കേസ് ലോഡ് ഉണ്ടല്ലോ, ആക്റ്റീവ് കേസ് ലോഡ് കുറഞ്ഞിട്ടുണ്ട്. ഇത്ര കുറഞ്ഞിട്ടുണ്ട്, 262 ഡേ ലോ കുറഞ്ഞിട്ടുണ്ട്. ഡെയിലി ഉള്ള ഇതിൽ ഡെയിലി നമ്പേഴ്സിൽ നിന്ന് 262 ആക്റ്റീവ് കേസുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഹെൽത്ത് മിനിസ്ട്രിയുടെ രീതിയിൽ പറയുന്നത്. ഹെൽത്ത് മിനിസ്ട്രിയുടെ കണക്കനുസരിച്ച് പറയുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഇൻസ്പൈറ്റ് ഓഫ് ഫോളിംഗ് കോവിഡ് കേസ് കറക്റ്റ് ആണ്. ഫോളിംഗ് കോവിഡ് കേസസ് കറക്റ്റ് ആണല്ലോ, ശരത്താണ്. കാരണം എന്താ ഇവിടെ ഫോളിംഗ് ഉദ്ദേശിക്കുന്നത് എന്തായിട്ടാ, ജെറണ്ട് അല്ലേ. നോക്കിക്കേ, ഇത് ജെറണ്ട് ആണ്. ഫോളിംഗ് ഡെസ്പൈറ്റ് എന്ന പ്രൊപ്പോസിഷന് ശേഷം ജെറണ്ട് വരുന്നു. ദാറ്റ്സ് റൈറ്റ്. ആൻഡ് COVID-19 കേസസ്, ആ ജെറണ്ടിന്റെ ആ ഒബ്ജക്റ്റിന്റെ കോംപ്ലിമെന്റ് ആണ് COVID-19 കേസസ്. ഫോളിംഗ് വാട്ട്, ഫോളിംഗ് COVID-19 കേസസ്, മനസ്സിലായോ? അതിന്റെ കോംപ്ലിമെന്റ് ആണ് ഫോളിംഗ് എന്ന് വരുന്നത്. കറക്റ്റ് ആ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ അവിടെ? ഓക്കെ. Post-COVID treatments are to be improved to a great extent. Yes. Okay. In spite of, which one correct? ആദ്യത്താണ് correct. അരുൺ, ആദ്യത്താണ് correct. In spite of. ഇതാണ് അതിന്റെ correct usage. Okay.
Moving on, the active cases were 0.43% of the total case load and the lowest since the pandemic began in March 2020. The last few times daily cases went below 10,000 were on February 1, and before that on January 25. Saturday's numbers bring the country's overall tally to 3.37 crore. Optimism, however, is a double-edged sword. The numbers may be at February levels, but it should not be forgotten that India was hit by a lethal second wave, led by a dominating Delta variant that saw daily cases climb to as many as 4 lakh a day and excess deaths in several states. Many multiples of what was നമുക്ക് നോക്കാം എന്താണ്. അപ്പൊ പറഞ്ഞു വന്നു ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണക്കെടുത്ത് ഹെൽത്ത് മിനിസ്ട്രിയിൽ അനുസരിച്ച് കുറവാന്ന് പറഞ്ഞു. അപ്പോൾ എവിടേക്ക് ആ കേസസ് നമ്മൾ കുറഞ്ഞു വന്ന് 0.43 ടോട്ടൽ കേസ് ലോഡിലോട്ട് കുറഞ്ഞിട്ടുണ്ട്. സിൻസ് പാൻഡമിക് മാർച്ച് 2020 തുടങ്ങിയത് മുതൽ ഈ പറയുന്ന കുറഞ്ഞു വന്ന് എത്രയിലോട്ട് എത്തി? നമുക്കറിയാം 2019 ഡിസംബർ ഒക്കെ ആയപ്പോഴാണ് നമുക്ക് മൊത്തത്തിലൊരു മൊത്തം അല്ല ഇത് പുറത്തോട്ട് കോവിഡ് വ്യാപിച്ചങ്ങ് വന്നത്. പക്ഷെ നമുക്ക് മാർച്ചിലാണ് ഇന്ത്യയിൽ അതിന്റെ ഒരു ഇത് വന്നത് അല്ലെ. ഇന്ത്യയിൽ അങ്ങോട്ട് വ്യാപിച്ചു തുടങ്ങിയത് മാർച്ച് 2020 അപ്പോഴേക്കുമാണ് നമ്മളെല്ലാവരും വീട്ടിലോട്ട് ചേക്കേറിയത്, തിരിച്ച് നാട്ടിലോട്ട് ചേക്കേറിയ ഒരു കാലഘട്ടം ഓർമ്മയുണ്ടായിരിക്കും. ആ ഒരു പഴയ കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എന്നാൽ ലാസ്റ്റ് ഫ്യൂ ടൈംസ് ഈ പ്രാവശ്യങ്ങൾ 2-3 ഒക്കേഷൻസിലായിട്ട് നമ്മൾ ഡെയിലി കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 10,000 ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ബിലോ 10,000. February 8 എടുക്കുക, February 1, പിന്നെ അതുപോലെ January 25 മുമ്പൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 10,000 താഴെ വന്നിട്ടുള്ളൂ. എന്നാൽ സാറ്റർഡേയുടെ നമ്പർ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഓവറോൾ ടാലി, കൺട്രിയുടെ ഓവറോൾ ടാലിയിലോട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 3.37 ക്രോറിലോട്ട് പോവാം. മനസ്സിലായോ? ആ ഒരു ലെവലിലോട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലം ആണ്. അതൊരു ഡബിൾ എഡ്ജ്ഡ് സോഡ് ആണെന്നാണ് പറയുന്നത്. അതിന് പോസിറ്റീവ് കാര്യമുണ്ട്, പോസിറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്, അത് നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഫെബ്രുവരിയിലെ ലെവൽസ് ഫെബ്രുവരിയിലെ ലെവലിലുള്ള ആ നമ്പർ വന്നിട്ടുള്ളൂ. ബട്ട് എന്നാൽ പോലും ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. വി ഷുഡ് നോട്ട് ബി ഫൊഗെറ്റിംഗ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഫൊഗെറ്റൻ, ഒരിക്കലും ഫൊഗെറ്റ് ചെയ്യാൻ പാടില്ല ദാറ്റ് ഇന്ത്യക്ക് ഒരു സെക്കൻഡ് വേവ്, ലീതൽ വളരെ ഡെഡ്ലി ആയിട്ടുള്ള സെക്കൻഡ് വേവ് അഫക്റ്റ് ചെയ്തിരുന്നു ഇന്ത്യയെ. ആ കാര്യം ആരും മറക്കാൻ പാടില്ല. ഡെഡ്ലി ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് വേവ് നമ്മളെ അഫക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. അത് വെറുതെ ആണോ? ഡെൽറ്റ വേരിയന്റ്, നല്ല കൂടിയ ഡൊമിനേറ്റിംഗ് ട്രേറ്റ് ആയിട്ടുള്ള ഡെൽറ്റ വേരിയന്റ്, മ്യൂട്ടേഷൻ വന്ന ഡെൽറ്റ വേരിയന്റ് ആണ് നമ്മളെ ബാധിച്ചത്. അപ്പോഴേക്കും എന്ത് പറ്റി? പെട്ടെന്ന് കേസസ് ക്ലൈംബ് ചെയ്യും, ഇൻക്രീസ് ചെയ്തു. എത്രത്തോളം? 4 ലക്ഷം ഡേ കൂടി വന്നിരുന്നു ഡേറ്റ്. ആൻഡ് എക്സസ് ഡെത്ത്, അതുപോലെ തന്നെ ഒരുപാട് മരണ റേറ്റുകൾ, ഡെത്ത് റേറ്റും കൂടിയിരുന്നു ഒരുപാട് സ്റ്റേറ്റുകളിൽ അല്ലെ. ഇറ്റ് മെയ്ഡ് മെനി മൾട്ടിപ്പിൾസ് ഓഫ് വാട്ട് വാസ് ബീങ് റിപ്പോർട്ടഡ് ബൈ ദ ഗവൺമെന്റ്. മാത്രമല്ല അത് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തൊരു കണക്കുണ്ട്, അതിലും കൂടുതൽ ഡെത്ത് റേറ്റ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. ഓക്കെ, ഗ്ലോബലി ടു ഇൻഫെക്ഷൻസ് ഹാവ് നോട്ട് plateaued. The daily case load has fallen by nearly a third since September, but the virus continues to infect 50 million people every 3 months. On Monday, the world crossed a milestone of 25 crore cases since the pandemic began. However, the major difference between February and November is vaccination. About 74 crore first doses of the vaccine have been administered, which translates to 56% of the population. Close to 34 crore second doses have been administered. അപ്പം ഇത്ര നേരം നമ്മൾ പറഞ്ഞ കോവിഡിന്റെ എഫക്റ്റിനെ പറ്റിയാണ്. എത്രത്തോളം കോവിഡ് എഫക്ട് ചെയ്തു, എത്ര ഡെത്ത് റേറ്റുകളെ പറ്റിയൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇനി പറയുന്നത് ഓർക്കുക, ഗ്ലോബലി ഇപ്പൊ ഇന്ത്യയിലെ കാര്യത്തെയാണ് ഇപ്പൊ നമ്മൾ എടുത്തത്, നാഷണൽ ഇതാണ് എടുത്തത്. ഇന്റർനാഷണലി എടുക്കുകയാണെങ്കിൽ, ഗ്ലോബൽ സിനേറിയോയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മനസ്സിലായി അത് ലെവൽഡ് ആയിട്ടില്ല, അതൊരു ലെവലിലോട്ട് എത്തിയിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ലെവൽ ഓഫ് ചെയ്തിട്ടില്ല. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഡെയിലി കേസ് ലോഡ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം നിയർലി തേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു നിയർലി തേർഡിലോട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബറിൽ ഇതൊക്കെ എടുക്കുവാണെങ്കിൽ. എന്നാൽ പോലും കോവിഡ് എല്ലാ 3 months എടുക്കുവാണെങ്കിൽ 50 million പീപ്പിൾ പിന്നെയും ഇൻഫെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇറ്റ് കണ്ടിന്യൂസ് ടു ഇൻഫെക്ഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു 3 മാസം കണക്ക് കൊടുക്കുന്ന ഒരു 50 million പീപ്പിൾ ഗ്ലോബലി നമുക്ക് COVID-19 എഫക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ തിങ്കളാഴ്ചത്തെ കണക്കെടുക്കുവാണെങ്കിൽ, കഴിഞ്ഞ ദിവസത്തെ കണക്കെടുക്കുവാണെങ്കിൽ നമ്മളൊരു മൈൽ സ്റ്റോൺ, നമ്മളൊരു ബ്രേക്ക് ത്രൂലോട്ട് വന്നു. ഒരു 25 crore കേസസ് എടുക്കുകയാണ്. ആ ഒരു മൈൽ സ്റ്റോൺ വരും. 25 crore കേസസ് എടുത്തു പാൻഡമിക് തുടങ്ങിയിട്ടുള്ളതിനെ എത്തി. ഓർക്കണം, 25 കോടി കേസുകളാണ് നമ്മൾ ഇതുവരെ
ഉള്ള ഇതിൽ ഇത്ര തുടങ്ങിയിട്ട് ഇന്ന് വരെ ഉള്ളതിൽ ഇന്നലെ വരെയുള്ള മൺഡേയിൽ ഇതനുസരിച്ചിട്ട് ഓൺ മൺഡേ ഓർക്ക് പ്രിപ്പോസിഷൻ ഓൺ ആണിട്ട് നമ്മൾ ഡേയുടെ കൂടെ ഉപയോഗിക്കുക, ഡേയ്സിന്റെ കൂടെ. ഓക്കെ, ഓർത്ത് വെച്ചോളാം, ഡേയ്സും ഡേറ്റിന്റെയും കൂടെ. ഓക്കെ, അടുത്തത് ഹവവർ. എന്നിരുന്നാലും, ഹവവർ എന്നൊരു അഡ്വേർബൽ എക്സ്പ്രഷൻ ആണ്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, കോഹീസീവ് ഡിവൈസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം നിങ്ങൾക്ക് അത് എന്താ പറയാ, എപ്പോഴും ഒരു കണക്ടർ ആണത്, ഒരു കോഹീസീവ് ഡിവൈസ് ആണോ ഉപയോഗിച്ചോ. കേസസ് പ്ലൂറൽ ആണ്, പക്ഷെ ഇവിടെ കേസസ് ഉപയോഗിച്ചേക്കുന്നത് എന്തായിട്ടാണ്, കേസസ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് എന്തായിട്ടാണ് നോക്കിക്കേ. ഇവിടെ നോക്കി, ഇപ്പൊ പറഞ്ഞേക്കാണ് ദ മൺഡേ ദി മൈൽസ്റ്റോൺ ക്രോർ കേസസ്. കേസ് എന്ന് പറയുന്ന 1, കേസസ് എന്ന് പറയുമ്പോൾ 2, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ടല്ലേ കേസ് ലോഡ് എന്ന് ഇവിടെ കൊടുത്തേക്കുന്നത്. മനസ്സിലായി, കേസസ് ലോഡ് ഒന്നും കൊടുക്കില്ലായിരുന്നോ, അതാണ്. അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു എന്നിരുന്നാലും ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ഫെബ്രുവരി നവംബറിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ്? ആ ഡിഫറൻസ് എന്താണ്? ആ ഒരു ഫെബ്രുവരി നവംബർ ഒരു മാസം എടുത്തുള്ള നമുക്ക് വരുന്ന വ്യത്യാസം എന്താണ്? വാക്സിനേഷൻ. അപ്പോഴേക്കും നമുക്ക് വന്നിരിക്കുന്നതാണ് വി ഹാഡ് ടേക്കൺ എ ക്യൂർ, അല്ലെങ്കിൽ സോറി പ്രിവെൻഷൻ, വി ഹാഡ് ടേക്കൺ എ പ്രിവെൻഷൻ മെത്തേഡ്. ആ പ്രിവെൻഷൻ മെത്തേഡ് എന്താണ്? ദാറ്റ് ഈസ് വാക്സിനേഷൻ. നമ്മളിപ്പോൾ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കൊരു ഡിഫറൻസ് ഇവിടെ പറയാൻ പോകുന്നത്. എന്നാൽ അതോടെ തന്നെ നോക്കുക, 74 കോടി ഫസ്റ്റ് ഡോസുകൾ ഓൾറെഡി വാക്സിനേഷൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഓർക്കണം, 74 കോടി ഫസ്റ്റ് ഡോസ്, അത് ഫസ്റ്റ് ഡോസ് ആണ് പറഞ്ഞു വരുന്നത്. ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് അത് മൊത്തത്തിൽ പറയുമ്പോൾ ഒരു 56 ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ, 56%, പകുതിയിൽ കൂടുതൽ ഓഫ് ടോട്ടൽ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്തു, വാക്സിനേഷന്റെ കാര്യം ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്ലോസ് ടു, ഏകദേശം നിയറിംഗ് ടു, ക്ലോസ് ടു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്ലോസ് ടു നിയറിംഗ് ടു എന്നുള്ളതാണ് കേട്ടോ. നിയറിംഗ് ടു 34 crore സെക്കൻഡ് ഡോസ്, 74 crore ഫസ്റ്റ് ഡോസ്. രണ്ടാമത്തെ സെക്കൻഡ് ഡോസ് എത്ര ആയിട്ടുണ്ട്? 34 കോടി സെക്കൻഡ് ഡോസുകളും അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലോബലി കേട്ടോ, ഓർത്ത് വെച്ചോണം. which works out to a quarter of the population being fully inoculated, coupled with results from serology surveys from states that show that many more have been exposed to the virus than official numbers indicate. This gives confidence that while the virus will continue to spread and infect, a smaller proportion of those infected will be seriously ill. The future demand for vaccination may depend more on adoption in children or on the demand for booster shots from people worried about waning immunity. That the pall of fear has dimmed in apparent in the queues in എയർപോർട്ട്സ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം കുറച്ചുകൂടി സീരിയസിലോട്ട് വരികയാണ് ഇപ്പോൾ. നെക്സ്റ്റ് ലാസ്റ്റ് ഫൈനൽ പാരഗ്രാഫ് കുറച്ചുകൂടി സീരിയസ് എഫക്റ്റിലോട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. അതൊരു പോസിറ്റീവ് എഫക്റ്റ്, ഒരു നല്ല രീതിയിൽ എൻഡിന്റെ പോസിറ്റീവ് വേയിലോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? പോപ്പുലേഷൻ മൊത്തത്തിൽ എന്ത് ചെയ്യണം? ഫുള്ളി ഇനോക്കുലേറ്റഡ് ആയിരിക്കണം, ഫുള്ളി വാക്സിനേറ്റഡ് ആയിരിക്കണം. നോട്ട് പാർഷ്യലി ബട്ട് ഫുള്ളി ഇനോക്കുലേറ്റഡ് ആയിരിക്കണം. അതേ ഉള്ളൂ ആകെപ്പാടെ നമുക്കുള്ളൊരു വഴി. മാത്രമല്ല, സെറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിസൾട്ട്സ് കിട്ടുമ്പോൾ, എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ, മെനി മോർ പീപ്പിൾ, ഒരുപാട് ആൾക്കാർ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് വൈറസിന് ഒരുപാട് ആൾക്കാർ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദാൻ ഒഫീഷ്യൽ നമ്പേഴ്സ് ഓർക്കണം. ദാൻ ഒഫീഷ്യൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഒഫീഷ്യൽ കണക്കനുസരിച്ച് നമ്മളോട് പറയുന്ന നമ്പറിനേക്കാളും കൂടുതൽ ആൾക്കാർ എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്, എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് വൈറസിന് എന്നാണ് പറയുന്നത്. ദിസ് ഗിവ് കോൺഫിഡൻസ്. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്തിനാ വേണ്ടിയാണ് കിട്ടുന്നത്? അപ്പൊ ഈ നമ്പറിനേക്കാളും കൂടുതൽ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യമായി മനസ്സിലാവും, ഇവിടെ ഈ പറഞ്ഞ വൈറസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇൻഫെക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു ചെറിയ പോപ്പുലേഷൻ ഇൻഫെക്ട് ചെയ്യപ്പെടുന്നവർ സീരിയസ്ലി ഇല്ല. വി നോ കുറച്ചുകൂടെ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നല്ല സീരിയസ് ആയിട്ട് they'll be getting infected and they'll be seriously ill. അതൊരു വലിയ പ്രോബ്ലം. അപ്പൊ നമുക്ക് മുന്നോട്ട് വെക്കേണ്ട ഒരു കാര്യം എന്താണ്? വാട്ട് ഈസ് our നെക്സ്റ്റ് അജണ്ട? അടുത്ത അജണ്ട എന്താണ്? അപ്പൊ നമ്മുടെ അടുത്ത അജണ്ട എന്ന് പറഞ്ഞാൽ വാക്സിനേഷന്റെ ഡിമാൻഡ് കൂട്ടണം, അല്ലെ? അപ്പൊ ഫ്യൂച്ചർ ഡിമാൻഡ് വാക്സിനേഷൻ കൂടും. അപ്പൊ എന്ത് ചെയ്യണം? കുട്ടികളിലോട്ട് നമ്മൾ കൊടുക്കുന്നതിനെ കൊടുക്കണം. കാരണം എത്രത്തോളം കൂടുതൽ കേസ് കൂടുന്ന നെക്സ്റ്റ് വൾണറബിൾ സെക്ഷൻസ് പറഞ്ഞാൽ കുട്ടികളാണ്. അപ്പോൾ കുട്ടികളുടെ അഡോപ്ഷൻ വേണം ഇതിന് വേണ്ടിയിട്ടുള്ള ഡോസിന്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബൂസ്റ്റർ ഡോസ് കൊണ്ടുവരണം. അടുത്താണ് ബൂസ്റ്റർ ഷോട്ട്സ് കൊണ്ടുവരണം. ഡിമാൻഡ് ഫോർ ബൂസ്റ്റർ ഷോട്ട്സ് അടുത്ത പോയിന്റ്. കാരണം എന്താ? ഒരുപാട് പേര് പറയൂലേ, ദേ ആർ റിയലി വറീഡ് അബൌട്ട് വെയിനിങ് ഇമ്മ്യൂണിറ്റി മൊത്തം ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ, ഇമ്മ്യൂണിറ്റി മൊത്തം ഡിക്രീസ് ആയിപ്പോയി, ഞങ്ങളുടെ ഇമ്മ്യൂണിറ്റി എല്ലാം കുറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് കൊടുക്കണം? വി ഹാവ് ടു ബ്രിങ് ദം ബൂസ്റ്റർ ഡോസ്. അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ ദർ ഇസ് ദ പൽ ഓഫ് ഫിയർ. ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് കവേർഡ് വിത്ത് ഫിയർ. മൊത്തത്തിലൊരു ആൻസൈറ്റി നിഴലിച്ച് കിടക്കുകയാണ് ഇവിടെ. നിഴലിക്കുക, ദാറ്റ് ഈസ് വാട്ട് യു ആർ സേയിങ്. അപ്പോൾ അത് എന്താ കാരണം? എന്താ അത് നമുക്ക് എവിടെയൊക്കെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും? ഇപ്പം കാരണം ഇവരുടെ ഈ ഒരു ആകുലത അല്ലെങ്കിൽ ആൻസൈറ്റി ഈസ് നോട്ട്
സംതിങ് ഫ്യൂട്ടൈൽ ആയിട്ടുള്ള പോയിന്റ്ലെസ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം അവർ നോക്കുമ്പോൾ ഇറ്റ്സ് അപ്പാരന്റ്, ഇറ്റ്സ് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എവിടേക്കാണ് ക്യൂസ് ഇൻ എയർപോർട്ടിലൊക്കെ ക്യൂ കണ്ടില്ലേ? ഇറ്റ്സ് ലൈക്ക് എവറിഥിങ് ഇസ് ബാക്ക് ടു നോർമൽ. അങ്ങനെ മാറിയിട്ടുണ്ട്. ഇറ്റ്സ് എല്ലാം ബാക്ക് ടു നോർമൽ ആയി എന്ന രീതിയിലോട്ട് മാറി. ബിക്കോസ് അത്ര കണ്ട ആൾക്കാർ ട്രാവൽ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വൺ തിങ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദാറ്റ് നോക്കിക്കേ, the crowds in tourist destinations and the rejuvenation in several indices of trade and economic activity, whether all the socialization and the opening of schools in person will mean a surge in the coming months remain to be seen. The government, while continuing to improve the last mile delivery of vaccines, must not let up on advocating caution to avoid another wave of infections. It must continue to facilitate the upgrade of hospital infrastructure in every district. It should also shore up stocks of promising antivirals and ensure that vaccine companies increase supplies in line with their commitments. അപ്പോൾ കാര്യം ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ബാക്കോട്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് യു സീ ദാറ്റ് ടൂറിസ്റ്റ് സ്പോട്ടിൽ ആൾക്കാരുടെ കൂട്ടം കൂടിയായി നിൽക്കുന്നു, ക്രൗഡ്സ്. പിന്നെ നമ്മുടെ എയർപോർട്ട്സിലുള്ള ആൾക്കാർ. അടുത്തത് റെജുവനേഷൻ. ഒരുപാട് ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ആൾക്കാർ മാറി അല്ലെ. ട്രേഡിൽ എല്ലാ ആൾക്കാരും ജോലിക്ക് ഇൻ പേഴ്സൺ പോകാൻ തുടങ്ങി. അപ്പൊ ഫ്ലറിഷ് അതൊക്കെ പോകണമല്ലോ. വി ഹാവ് ടു മൂവ് ഓൺ, ഷോ മസ്റ്റ് ഗോ ഓൺ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തോളൂ, എല്ലായിടത്തും ആൾക്കാർ മൊത്തത്തിൽ ആയി. സോഷ്യലൈസേഷൻ നന്നായിട്ട് കൂടുന്നു. അപ്പൊ സോഷ്യലൈസേഷൻ നന്നായിട്ട് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു സെറോളജി ഡിഗ്രി പ്രിലിംസ്? സെറോളജി, യെസ് ജാൻസി, യെസ്. ഷാഡോ ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൽ ഓഫ് ഫിയർ, ഷാഡോ ഫിയർ എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്താണ് ആ ഒരു സങ്കട, അതാ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ആ ഒരു ഒരു ഫിയർ, ആൻസൈറ്റിയിലാണ് ആൾക്കാർ. കാരണം അത്ര ക്രൗഡ് നമ്മൾ എയർപോർട്ടിൽ കാണുന്നു. രണ്ടാമത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് എവറി ഫീൽഡ്, എവറി ഇൻഡിസസ്, എവറി ഏരിയ, എവറി പോയിന്റേഴ്സ്, ദേ ആർ ദ സെവറൽ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ പോയിന്റേഴ്സ്. അവയാണ് സം പോയിന്റേഴ്സ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ആൾക്കാർ വന്നു. അപ്പോൾ വി ആർ ഗെറ്റിംഗ് ബാക്ക് ടു നോർമൽ എന്നൊരു അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എത്ര ഈ സോഷ്യലൈസേഷൻ നടക്കുമ്പോഴും നമ്മൾ വി ഹാവ് ടു മേക്ക് ഷുവർ വാട്ട് റീഓപ്പണിംഗ് സ്കൂൾസ് റീഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇതൊക്കെ കൊണ്ടുപോകും തോറും വി ഹാവ് കമ്മിങ് മന്ത്സ് നല്ല കുത്തൊഴുക്കായിരിക്കും വരാൻ പോകുന്നത്. വി ഹാവ് ടു ബി വെരി ഷുവർ ദാറ്റ് എവറിഥിങ് ഈസ് ഗോയിങ് ഇൻടാക്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗവൺമെന്റ് എന്താണ് എൻഷുർ ചെയ്യേണ്ടത്? ഇംപ്രൂവ് ചെയ്യണം എന്ത്? ഡെലിവറി ഓഫ് വാക്സിൻ, ലാസ്റ്റ് മൈൽ. അവസാനത്തെ നമ്മളിപ്പോൾ പറഞ്ഞു ഫസ്റ്റ് വാക്സിനേഷൻ ഇന്ത്യയിലെ കണക്കനുസരിച്ച് നോക്കുവാണെങ്കിൽ 75% ഓഫ് ദി അഡൽട്ട് പോപ്പുലേഷൻ, 18 അബോ അഡൽട്ട് പോപ്പുലേഷൻ, 75% കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്തു? ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞു. എന്നാൽ വെറും 34% ആൾക്കാർ മാത്രമേ നമ്മുടെ സെക്കൻഡ് ഡോസ് കംപ്ലീറ്റ്ലി വാക്സിനേറ്റഡ് ആയിട്ടുള്ളൂ. വി ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്പ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഒരിക്കലും അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയാൻ പാടില്ല. ബിക്കോസ് ദർ ഇസ് എ കോഷൻ. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. കാരണം ഇൻഫെക്ഷൻസ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വേവ് ഓഫ് ഇൻഫെക്ഷൻസ് കൂടുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ആകെപ്പാടെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വാക്സിനേറ്റ് ചെയ്യുക. ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രിവെന്റഡ് ഫ്രം ദാറ്റ്. യു ആർ ഗെറ്റിംഗ് ദ പ്രിവെൻഷൻ ഉണ്ട് എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ടതെന്ന് വെച്ചാൽ ഈ കോവിഡ് കേസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആ രോഗങ്ങൾ അവർക്ക് വരും, ഉറപ്പായിട്ടും വരും. സോ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഫെസിലിറ്റേറ്റ് the upgrade of hospital infrastructure. എല്ലാ ഡിസ്ട്രിക്റ്റിലും, in every district you have to make sure that you are facilitating, you are making sure that every hospital-ലെ ഇൻഫ്രാസ്ട്രക്ചറും നന്നാക്കി ഇരിക്കണം. കാരണം നമുക്കറിയാം പ്രിവെൻഷൻ പ്ലസ് ഇവിടെ കൃത്യമായിട്ടും നമ്മുടെ ഓതർ പറയുന്നുണ്ട് പ്രിവെൻഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, വാക്സിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ക്യൂറും. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ അന്തം വിട്ടിരിക്കാൻ പാടില്ല. വി ഹാവ് ടു ഹാവ് ദാറ്റ് ക്യൂർ ഇൻ അസ് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യ ഉറപ്പുവരുത്തേണ്ടത്? ഗവൺമെന്റ് എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? പ്രോമിസ് ചെയ്തിട്ടുള്ള ആന്റിവൈറസ് എല്ലാം എത്തിക്കുക. ആൻഡ് എൻഷുർ, ഉറപ്പുവരുത്തുക ദാറ്റ് വാക്സിൻ കമ്പനീസ് ഉണ്ട്, വാക്സിൻ കമ്പനീസ് എല്ലാവരും സപ്ലൈ തരുന്നു. കമ്മിറ്റ്മെന്റ്, അവർ നടത്തിയ കമ്മിറ്റ്മെന്റ് അനുസരിച്ച്, ദേ ഹാവ് എ കമ്മിറ്റ്മെന്റ് അല്ലേ, ദേ ഹാവ് എ കമ്മിറ്റ്മെന്റ്. ആ കമ്മിറ്റ്മെന്റ് അവർ തന്ന കമ്മിറ്റ്മെന്റ് അനുസരിച്ച് തരാമെന്ന് ഉറപ്പുവരുത്തിയത് സപ്ലൈ ഉറപ്പുവരുത്തുക. ആ സപ്ലൈ അതുപോലെ തന്നെ അവർ പറഞ്ഞ കമ്മിറ്റ്മെന്റ് അനുസരിച്ച് സപ്ലൈസ് നമുക്ക് എത്തും എന്ന് ഉറപ്പുവരുത്തുക. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഡു എന്നാണ് നമ്മുടെ ഓതർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അനലിറ്റിക്കൽ ഇൻ ടോൾ. കറക്റ്റായിട്ട് അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എസ്സേ ആണ് നമ്മുടെ ഓതർ നമ്മുടെ മുമ്പിൽ വരുത്തിയിരിക്കുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു അല്ലേ. നന്നായി അനലൈസ് ചെയ്തിട്ടുള്ള ഒരു അനലിറ്റിക്കൽ ടോണിലുള്ള ഒരു എസ്സേ ആണ്. ഐ മീൻ നോട്ട് എസ്സേ, ഐ മീൻ റൈറ്റ് അപ്പ്. ഓക്കെ, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആണ്. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ എല്ലാവരും. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോളൂ. നമുക്ക് എന്ത് ചെയ്യാം, നേരെ സ്പോട്ട് ഡയറക്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ
സെറ്റ് ആണോ? എങ്കിൽ നമുക്ക് നേരത്തെ ഇന്നത്തെ സ്പോട്ട് ദ എറർ ക്വസ്റ്റനിലോട്ട് പോകാം കേട്ടോ. അപ്പൊ സ്പോട്ട് ദ എറർ ക്വസ്റ്റൻ ഇതായിരുന്നു. There remains delays in the stage where the central government transfers wages to the workers' accounts. നോക്കിക്കേ, ഇന്നലത്തെ ഈ ക്വസ്റ്റനിൽ കുറച്ച് പേര് എനിക്ക് ആൻസർ തന്നിട്ടുണ്ട്. ആൻഡ് ദേ മെയ്ഡ് ഇറ്റ് റൈറ്റ്, കറക്റ്റ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ഇവിടുത്തെ ആൻസർ ഏതാണ്? There remains delays in the stage where the central government transfers wages to the workers' accounts. ഏതാണ് ഇവിടുത്തെ എറർ എന്ന് പറയാമോ? പോരട്ടെ, ഏതാണെന്ന് പറയാമോ? പറഞ്ഞേ. എന്താണ് ഇവിടെ നോക്കി? ഇവിടുത്തെ സബ്ജക്ട് ഏതാ? ഈ ദേർ ആണ് ഇവിടുത്തെ സബ്ജക്ട്. നോ, ദേർ ഇസ് നോട്ട് ദ സബ്ജക്ട്. ദേർ അല്ല ഇവിടുത്തെ സബ്ജക്ട്. ഏതാണ് ഇവിടുത്തെ സബ്ജക്ട് എന്നറിയോ? ദേർ അല്ലല്ല അതല്ല കേട്ടോ അനി. ദേർ അല്ല, ദേർ അവിടെ. ദേർ റിമെയിൻസ് ഡിലേസ് അല്ല, റിമെയിൻ ഡിലേസ്. ഇവിടുത്തെ സബ്ജക്ട് ഡിലേസ് ആണ്. അപ്പൊ ഡിലേസ് എന്ന സബ്ജക്ട് അനുസരിച്ച് കോൺകോർഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാനൊരു വേറൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും? റിമെയിൻ വരും. നോക്കിക്കേ, ഈ സെന്റൻസ് നോക്കിയേ. There is cattle grazing in the forest. There is cattle grazing in the forest. അപ്പം ഡിലേസ് ഇവിടുത്തെ സബ്ജക്റ്റാ. അപ്പൊ ആ സബ്ജക്ട് അനുസരിച്ച് വേർബിനെ എഗ്രി ചെയ്യണം. ബിക്കോസ് ദിസ് ഇസ് എ ക്വസ്റ്റൻ ഫ്രം കോൺകോർഡിലെ ക്വസ്റ്റൻ ആണ്. സബ്ജക്റ്റിനെ മാറ്റാനല്ല നിങ്ങൾ നിൽക്കേണ്ടത്. സബ്ജക്ട് എന്താണോ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അതിലെ വേർബിനെ മാറ്റിയാൽ ആൻസർ കിട്ടുമെങ്കിൽ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ആ വേർബ് അങ്ങ് മാറ്റുക. ദർ റിമെയിൻ ഡിലേസ് ആണ്. അപ്പൊ വേർബിനെ എന്താക്കണം? സബ്ജക്ട് പ്ലൂറൽ ആയതുകൊണ്ട് വേർബിനെയും പ്ലൂറലാക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ പറഞ്ഞേ ദർ ഇസ് കാറ്റിൽ ഗ്രേസിംഗ് ഇൻ ദ ഫോറസ്റ്റ്. ഇത് നോക്കി, ഇത് തന്നെ അർത്ഥം. എന്ത് പറയും? ദർ ഇസ് കാറ്റിൽ ഗ്രേസിംഗ് ഇൻ ദ ഫോറസ്റ്റ്. ദർ ആണ് ഇവിടുത്തെ സബ്ജക്ട്. സബ്ജക്ട് ഏതാ ഇവിടുത്തെ സബ്ജക്ട് ഏതാ? ഒന്ന് മീനിങ് കിട്ടാൻ വേണ്ടി പറയാണ്. സബ്ജക്ട് ഇവിടെ കാറ്റിലാണ് സബ്ജക്ട് കേട്ടോ. ഇവിടുത്തെ സബ്ജക്ട് കാറ്റിലാണ്. അപ്പൊ കാറ്റിൽ എന്ന് പറഞ്ഞ സബ്ജക്ട് നിങ്ങൾക്ക് അറിയാം. കാറ്റിൽ ഇസ് എ പ്ലൂറൽ നൗൺ. കാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലൂറൽ ആണ്. കന്നുകാലികൾ നമ്മൾ പറയില്ലേ, അതിനെയാണ് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഈസ് എന്ന് ഇവിടെ പറയരുത്. ഈസ് റോങ്. കാറ്റിൽ ഇസ് എ പ്ലൂറൽ. അതുകൊണ്ട് സബ്ജക്ട് അനുസരിച്ച് വെർബ് മാറ്റണം. ദർ ആർ. ദർ എന്ന് പറയുന്നത് അവിടെ നമ്മൾ എന്താ പറയാ? ദർ ഇസ് എൻ അഡ്വേർബ്. ദർ എന്ന് പറഞ്ഞാൽ അഡ്വേർബ്. അവിടെ കാറ്റിൽ ഗ്രേസ് ചെയ്യുന്നുണ്ട്. ഇൻവേർട്ടഡ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. ദീ സെന്റൻസ് ആർ ഇൻവേർട്ടഡ് ആയിട്ട് സെന്റൻസ് വരുവാണ്. ഡിലേസ് റിമെയിൻ ഇൻ ദ സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡിലേ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, ക്ലിയർ ഐ ഗെസ്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലാത്തവരൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ ഇൻവേർട്ടഡ് ആയിട്ട് അവിടുത്തെ സബ്ജക്ട് ഏതാണെന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് ടുഡേസ് ക്വസ്റ്റ്യൻ ഇസ് ദിസ് ഇസ് നോട്ട് an easy position in a country where everyone has an opinion on everything about cricket. നമ്മുടെ രാഹുൽ ദ്രാവിഡിന്റെ എന്താ കോച്ച് മെന്റർഷിപ്പ് എന്നെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിളിൽ നിന്നുള്ള ഒരു സെന്റൻസ് ആണ്. ദിസ് ഇസ് നോട്ട് an easy position in a country where everyone has an opinion on everything about cricket. Okay, the price of apples is very high. കറക്റ്റ് ആണ്. പ്രൈസ് ആണ് അടുത്ത സബ്ജക്റ്റ്. അപ്പൊ കറക്റ്റ് ആണ്. ശരത്തത് കറക്റ്റ് ആണ്. ഓക്കെ, ഐ ഗെസ് ക്ലിയർ ആയെന്ന് വിചാരിച്ചു. സെന്റൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മൂവിങ് ഓൺ, ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നിട്ട് ആൻസർ എനിക്ക് അയച്ചു തരാം കോമന്റ് സെക്ഷനിൽ. ഓക്കെ, സോ കോമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ് ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. ഓക്കെ, മൂവിങ് ഓൺ. ഇവിടെയല്ല അനി ആൻസർ, കോമന്റ് സെക്ഷനിൽ. ഓക്കെ, മൂവിങ് ഓൺ. താങ്ക് യു സോ മച്ച് എവ്രിവൺ. ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കേരള PSC ഷോർട്ട് സെലക്ഷൻ നമ്മുടെ ചാനലിന്റെ പേര്. അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡ് വീഡിയോ ആണെന്ന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ സ്റ്റേ കണക്റ്റഡ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ്, സജഷൻസ്, ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. ഓഫ് കോഴ്സ് ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ്, ആസ്പിറൻസ് ഉപകാരപ്പെടുന്നവർക്കിലോട്ടേക്ക് എത്തിക്കുക. ഓക്കെ, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമ്മുടെ ചാനൽ. അതുപോലെ അഡാ 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ബിക്കോസ് വി ഹാവ് ലോട്ട്സ് ഓഫ് ഫ്രീ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ക്വിസസ് ഒക്കെ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ കണക്റ്റഡ് ആൻഡ് എൻജോയ് ദ റെസ്റ്റ് ഓഫ് യുവർ ഡേ. ബൈ.